മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കലൊരു സ്വഹാബി ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, സ്ത്രീകളിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാര് നബിയെ എന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നൽകിയ മറുപടി ആയിഷ, എൻ്റെ ആയിഷയാണ് എന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതേയാൾ ചോദിച്ചല്ല, നബിയേ, പുരുഷന്മാരിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണെന്ന്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി അബൂഹാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് എന്നാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹദിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആ മഹദിയെക്കുറിച്ച് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ അല്ലാഹു ആകാശത്ത് നിന്ന് വഴിയിറക്കിയിട്ടുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നാണ് അല്ലാഹുവിൻ്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ നിന്ന് വേർപിരിയുമ്പോൾ അവസാനമായി പുണ്യനബിയുടെ ശരീരത്തോട് ചേർന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മനീരായിരുന്നു എന്ന ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മഹദിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്തിനാ അത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് അല്ലാഹുവിൻ്റെ ഖുർആൻ ഉൾക്കൊള്ളുകയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകൾ എങ്ങനെയാണോ ജീവിച്ചത്, ആ ജീവിതം അനുധാവനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഏതായാലും ആ ചരിത്രത്തിലേക്ക് ഒരു ചെറിയ രീതിയിൽ കടന്നു ചെല്ലാൻ ലഭ്യമായ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ ലോകത്തിന് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഓരോ മുഅ്മിനോടും അവൻ്റെ ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടവരാണ് അല്ലാഹുവിൻ്റെ ഹബീബെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅസ്വാജുഹു ഉമ്മഹാതുഹും. റസൂലുള്ളാഹിന്റെ എല്ലാ ഭാര്യമാരും മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ എടുത്തു പറയുകയാണ്. ശ്രദ്ധിക്കണം, അല്ലാഹു തന്നെ പറയാണ്, നിങ്ങളെ അമ്മയാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന ആയിഷ റളിയല്ലാഹു അൻഹ നമ്മ ഉമ്മയെപ്പോലെയാ നമ്മൾ കാണേണ്ടത് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഉമ്മയെപ്പോലെ കാണണം എന്ന് പറഞ്ഞതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ മഹാന്മാർ നൽകിയിട്ടുണ്ട്. ഞാൻ വിഷയസംബന്ധമായത് മാത്രം പറയുകയാണ്. ഏതൊരാളും വളരെ പ്രധാനമായി ശ്രദ്ധിക്കാറുള്ളത് ഒരാളുടെ ഉമ്മയെയാണല്ലോ. പേർഷ്യൻ ഭാഷയിൽ ഒരു ആപ്തവാക്യമുണ്ട്, പിസർ നമൂദറെ നമൂന എ പിതറസ്ത്. കുട്ടികൾ മാതാപിതാക്കളെ പോലെയാണ് ഉണ്ടാവുക എന്നൊരാപ്തവാക്യമുണ്ട് പേർഷ്യൻ ഭാഷയിൽ. ഏതൊരാളും അനുധാവനം ചെയ്യാറുള്ളത് അയാളുടെ ഉമ്മയെയാണല്ലോ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെയാണ് ജീവിതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ മാതൃകയാക്കേണ്ടത് എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിലേക്ക് ഒരു ചെറിയ രീതിയിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നബുവത്ത് നൽകുന്നത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ 40-ാമത്തെ വയസ്സിലാണ്. ആദ്യത്തെ 3 കൊല്ലം രഹസ്യപ്രബോധനമാ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. രഹസ്യപ്രബോധനം കഴിഞ്ഞപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്.
ആദ്യത്തെ 3 കൊല്ലം കഴിഞ്ഞപ്പോഴാ പരസ്യമായി പ്രബോധനം ചെയ്യണമെന്ന ആയത്തിറങ്ങുന്നത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹജുർ വലാ തംനുൻ തസ്തക്സിർ. അല്ലാഹുവിൻ്റെ ഹബീബിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, മഹാനായ നബിയേ, അങ്ങ് പരസ്യമായി പ്രബോധനം നടത്തണമെന്ന്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴാണ് പരസ്യമായ പ്രബോധനത്തിനിറങ്ങുന്നത്. ആദ്യത്തെ 3 കൊല്ലം രഹസ്യമായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തിയത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 43-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 44-ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോഴാ പരസ്യ പ്രബോധനത്തിലേക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് കിടക്കുന്നത്. അതേ വർഷമാ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ അകത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചു വീഴുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 44 വയസ്സായപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ അകത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമ്മു റുമാൻ്റെയും മകളായി ജനിച്ചു വീഴുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മു റുമാനായ ഉമ്മു റുമാൻ്റെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അമ്മിഞ്ഞ പാൽ കുടിച്ചു വളരുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. 2 വയസ്സ് കഴിഞ്ഞു, ഓടിച്ചാടി നടക്കുന്ന പ്രായമായി. ചെറുപ്രായത്തിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണാറുള്ളത് അല്ലാഹുവിൻ്റെ ഹബീബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും സംസാരിക്കാനും ചർച്ച ചെയ്യാനുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ ഹബീബിനെ കാണാറുണ്ട്. കൊച്ചുപ്രായത്തിലെ ഒരു കുട്ടി ആരെയാണോ കാണുന്നത്, ആരെയാണോ കേൾക്കുന്നത്, അതാ കുട്ടിയുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനമുണ്ടാക്കും. അങ്ങനെ ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് നമ്മൾ ആരെക്കുറിച്ചാണോ പറഞ്ഞു കൊടുക്കുന്നത് അത് കുട്ടികളിൽ സ്വാധീനം ഉണ്ടാക്കും. ആരെയാണോ നമ്മളെ കാണിച്ചു കൊടുക്കുന്നത് അത് കുട്ടികളുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കും. അല്ലേ? ഒളിച്ചോട്ടം വ്യാപകമായപ്പോഴാ സിനിമ വ്യാപകമായപ്പോൾ? ഉറപ്പല്ലേ ഉത്തരം? ഒളിച്ചോട്ടം വ്യാപകമായതെപ്പോഴാണ്? സിനിമ വ്യാപകമായപ്പോൾ. സിനിമയിൽ ഈ മാറ്റർ ഉൾക്കൊള്ളിച്ച സിനിമകൾ മേശപ്പുറത്ത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ പറയാം, പക്ഷേ മേശപ്പുറത്ത് ആ TV വെച്ച പോലെ ഇന്ന് കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഒളിച്ചോട്ടം വ്യാപകമായത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ശ്രദ്ധിക്കാൻ പറഞ്ഞ പ്രായമാണ് കുട്ടിപ്രായം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം ചെറുപ്പത്തിലെ സ്വാധീനം ചെലുത്തിയത്, ആയിഷ ബീവിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കളിക്കുന്ന പ്രായമാണ്. ആയിഷ ബീവി തന്നെ പറയുകയാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരാറുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ കളിക്കൂട്ടുകാരികളോടൊപ്പം കളിക്കുകയായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുണ്യ നബിയെ കാണുമ്പോഴേക്ക് വീട്ടിൻ്റെ അകത്തേക്ക് ഓടി മറിയുമായിരുന്നവത്രേ. ആയിഷ ബീവിക്ക് എവിടെ നിന്നാണ് ആ സന്ദേശം കിട്ടിയത്? അന്യപുരുഷന്മാരെ കാണുമ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് മറിയണമെന്ന സന്ദേശം കിട്ടിയത് മാതാവായ ഉമ്മുറുമ്മാനിൽ നിന്നാണ്. ഉമ്മുറുമ്മാനാണ് അത് പഠിപ്പിച്ചത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് മറഞ്ഞിരിക്കാറായിരുന്നു മാതാവ് ചെയ്യാറുണ്ടായിരുന്നത്. കൊച്ചുപ്രായത്തിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് കണ്ടുപഠിച്ചതാണ്. പുണ്യ നബി വരുമ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് ഓടി മറിയാറുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് 4 വയസ്സ് പ്രായമാകുമ്പോഴാ മക്കയെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം അരങ്ങേറുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ മക്കയിൽ ഉപരോധിക്കുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ തൻ്റെ കുടുംബക്കാരോട് സഹായം ചോദിക്കാനായി മക്കയിൽ നിന്ന് വെളിയിൽ പോയല്ലോ.
തിരിച്ചു മക്കയിലേക്ക് വരുമ്പോഴാണ് ശത്രുക്കൾ അല്ലാഹുവിന്റെ ഹബീബിനെ തടഞ്ഞു നിർത്തിയത്. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദേ, നീ ഞങ്ങൾക്കെതിരെ സഹായം ചോദിക്കാൻ പോയ ആളാ, അതുകൊണ്ട് നീ ഇനി മക്കയിലേക്ക് കയറാൻ പാടില്ല. അവർ ശഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അല്ലാഹുവിന്റെ ഹബീബിനെ തടഞ്ഞു നിർത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ തടയപ്പെട്ടപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയെ വിളിക്കുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഖദീജ, മക്കക്കാർ എനിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മക്കയിലേക്ക് കടക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഖദീജ, ഇവിടെയാണെങ്കിലോ ആവശ്യത്തിന് വെള്ളവും അതേപോലെ ഭക്ഷണവും ലഭിക്കില്ല. ശഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിന്റെ ചുറ്റുഭാഗത്തും മക്കക്കാർ ആളുകളെ നിർത്തിയിരിക്കുകയാണ്. ആരെങ്കിലും എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു തരുന്നുണ്ടോ എന്നറിയാൻ ഞാൻ മക്കയിൽ നിന്ന് ഞാൻ ഈ ശഅബ് അബീ ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ നിന്ന് മക്കയിലേക്ക് കടക്കുന്നുണ്ടോ എന്നറിയാൻ. അതുകൊണ്ട് ഖദീജ, ഇനിയുള്ള നാളുകൾ പട്ടിണിയുടെ നാളുകളാണ്. അങ്ങേക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ ഖദീജ. അതുകൊണ്ട് ഖദീജ, അങ്ങ് തന്റെ പൊന്നുമക്കളെ കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് പോകണേ എന്ന് ബീവി റളിയല്ലാഹു അൻഹ ഏറെ പ്രയാസപ്പെട്ട സമയമായിരുന്നുവത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറയുന്നത്, അങ്ങീ മലഞ്ചെരുവിൽ ഭക്ഷണം ലഭിക്കാതെ പട്ടിണിയോട് മല്ലടിക്കുമ്പോ ഖദീജ തന്റെ മക്കളോടൊപ്പം വയറു നിറയെ ഭക്ഷണം, യാ റസൂലല്ലാഹ്, ശഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹത്തോടങ്ങ് മല്ലടിക്കുമ്പോൾ ഖദീജ തന്റെ മക്കളോടൊപ്പം സുഭിക്ഷമായി ഭക്ഷണവും വെള്ളവും കഴിച്ചു കൊഴിഞ്ഞുകൂടണമെന്നോ? ഹബീബായ നബിയേ, അങ്ങേക്ക് വെള്ളമില്ലേ? ഖദീജാക്ക് വെള്ളം വേണ്ട യാ റസൂലല്ലാഹ്. അങ്ങേക്ക് ഭക്ഷണമില്ലേ? ഖദീജാക്കും ഭക്ഷണം വേണ്ട നബിയേ. ഈ മലഞ്ചെരുവിൽ അല്ലാഹുവിന്റെ റസൂലേ പട്ടിണി കിടന്ന് പട്ടിണിയോട് മല്ലടിച്ചങ്ങ് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുകയാണോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയോടുകൂടെ ഈ മലഞ്ചെരുവിൽ പട്ടിണി കിടന്ന് മരിക്കാനാ ഖദീജയുടെ ഇഷ്ടമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ ഖദീജ ബീവിയോട്, ഖദീജ, അങ്ങേക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ ഖദീജ, എനിക്കത് ശീലമുണ്ടല്ലോ ഖദീജ. ജനിക്കുമ്പോഴേ പിതാവില്ലാതെ ഭൂമിയിലേക്ക് കടന്നു വന്ന ആളാണല്ലോ ഞാൻ. ജനനത്തിന് മുമ്പേ എൻ്റെ പിതാവ് മരിച്ചു പോയിട്ടുണ്ടല്ലോ. 6-ാം വയസ്സിൽ എൻ്റെ ഉമ്മയെ അല്ലാഹു തിരിച്ചു വിളിച്ചല്ലോ. 8-ാം വയസ്സിൽ പിതാമഹനും പോയല്ലോ ഖദീജ. പിന്നെ ഞാൻ വളർന്നതിൻ്റെ പിതൃവ്യനായ അബൂ താലിബിൻ്റെ സംരക്ഷണത്തില്. അബൂ താലിബിൻ്റെ വീട്ടിൻ്റെ അകത്ത് നിരന്തരം പട്ടിണിയാ. അതുകൊണ്ട് പട്ടിണി കിടന്ന ശീലമുണ്ട് എനിക്ക്. അങ്ങ് ഖുവൈലിദിന്റെ മകളായി ജനിച്ച പെണ്ണല്ലേ? ഖുവൈലിദ് മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാരിൽ ഒരാളായിരുന്നില്ലേ? അതുകൊണ്ട് അങ്ങേക്ക് പട്ടിണി കിടന്ന ശീലമുണ്ടാവില്ലല്ലോ. അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാ യാ റസൂലല്ലാഹ്, അതെന്നോടങ്ങ് പറയരുത് നബിയേ, അങ്ങയുടെ കൂടെ നിൽക്കാനാണ് എൻ്റെ ഇഷ്ടമെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ 3 കൊല്ലം ആ മലഞ്ചെരുവിൽ കഴിഞ്ഞുകൂടിയെന്ന. 1 കൊല്ലമല്ല, 3 കൊല്ലം. സ്വഹാബികൾ രേഖപ്പെടുത്തുന്നുണ്ട് ആ പ്രയാസത്തെക്കുറിച്ച്. ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ആളല്ല, ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന പെണ്ണാണ്. ഭർത്താവിൻ്റെ ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന പെണ്ണാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ ഹബീബും. 3 കൊല്ലമാണ് ആ മലഞ്ചെരുവിൽ കഴിഞ്ഞുകൂടിയത്. 3 കൊല്ലം കഴിഞ്ഞ് ശത്രുക്കൾ ഉപരോധം പിൻവലിച്ചു. അപ്പോഴേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ക്ഷീണിച്ചുപോയി. കാരണം പട്ടിണി കിടന്ന ശീലമില്ല ഖദീജ ബീവിക്ക്. ശാരീരികമായി തളർന്നുപോയി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. രോഗിയായി അവശയായി വീട്ടിനകത്ത് കിടപ്പായി. മഹാനായ നബിയുനാ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്താണ് ഖദീജ ബീവിയുടെ തലയുടെ ഭാഗത്ത് വന്നിരുന്നത്. ഖദീജ ബീവിയുടെ തലോടി സമാധാനിപ്പിക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ഖദീജ അങ്ങ് ഭയപ്പെടേണ്ട ഖദീജ, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ് ഖദീജ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് എന്നാ ഞാൻ പറയുന്നത്. നല്ലപോലെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം തെറ്റിദ്ധരിപ്പിച്ചുകയും ധരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുകയാണ്. ഖദീജ അങ്ങ് ഭയപ്പെടേണ്ട ഖദീജ, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് തലോടി സമാധാനിപ്പിക്കുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഈ ലോകത്തിൽ മരിക്കുമെന്ന് എന്നെ മനസ്സെന്നോട് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മരിക്കുന്നതല്ല നബിയേ, എൻ്റെ ഏറ്റവും പ്രിയ പ്രയാസം യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങ് മരിച്ചാൽ 4 മക്കളെയുമായി അങ്ങ് ശത്രുക്കൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകില്ലേ നബിയേ, അതാണ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നതെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബിവിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇടക്കിടക്ക് കണ്ണുനീർ തുടച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും വീണ്ടും തേങ്ങി തേങ്ങി കരയുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കരയുന്നുണ്ട്, ഖദീജ ബീവിയും കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഖദീജ ലോകത്ത് 4 സ്ത്രീകളാണ് പൂർണ്ണത ഭാവിച്ചവർ ഖദീജ. ഒന്ന് ആസിയ ഇംറഅത്തു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവിയാണ്. മറ്റൊന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്, ഈസാ അലൈഹിസ്സലാമിന്റെ മാതാവായ ഇമ്രാന്റെ മകളായ മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. പിന്നെ ഒന്നങ്ങാണ് ഖദീജ, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ് ഖദീജ. അപ്പോഴും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഈ ലോകത്തിൽ മരിക്കുമെന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നുണ്ട് നബിയേ. ഞാൻ യാ റസൂലല്ലാഹ്, അങ്ങയുടെ മണിയറയുടെ ഭാര്യയായി ഞാൻ വരുന്ന ദിവസം ഞാൻ സ്വയമാ കുളിച്ചത് ഹബീബായ നബിയേ. എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് പോകുമ്പോ അങ്ങനെ കുളിപ്പിച്ചു തരണം യാ റസൂലല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ടല്ലോ, എൻ്റെ ഹബീബും കരയുന്നുണ്ട്. ഖദീജ എന്തിനാണ് അങ്ങ് മരണത്തെക്കുറിച്ച് പറയുന്നത് ഖദീജ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ടല്ലോ, എൻ്റെ ഹബീബും കരയുന്നുണ്ട്. ഖദീജ ബീവി നിർത്തിയില്ല, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഖബറാകുന്ന മണിയറയിലേക്ക് പോകുന്നതിന് മുമ്പ് കഫംപുട ധരിക്കാറുണ്ടല്ലോ നബിയേ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഭാര്യയായി ഞാൻ വരുമ്പോ എന്നെ വസ്ത്രം ധരിപ്പിച്ചു തന്നത് അങ്ങയുടെ കുടുംബത്തിലെ സ്ത്രീകളായ റസൂലല്ലാഹ്. എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് പോകുമ്പോ അങ്ങാണ് നബിയെ എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തരേണ്ടത് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, എന്നെ ഖബറാകുന്ന മണിയറയിലേക്ക് കൊണ്ടുപോകാൻ മയ്യിത്ത് കട്ടിലാകുന്ന വാഹനം വന്നാൽ അതിലേക്ക് എന്നെ കയറ്റി വെച്ചു തരണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്, രണ്ടുപേരും കരയുന്നുണ്ട്. ഖദീജ, അങ്ങന്തിനെ അങ്ങനെയൊക്കെ പറയുന്നത് ഖദീജ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിർത്തിയില്ല, യാ റസൂലല്ലാഹ്, എന്നെ മയ്യിത്ത് കട്ടിലാകുന്ന വാഹനത്തിൽ ചുമന്നു പോകുമ്പോ ഹബീബായ നബിയെ, എൻ്റെ അങ്ങന്റെ മയ്യിത്ത് കട്ടിലിന്റെ ചാരത്തായി നടക്കണം യാ റസൂലല്ലാഹ്. ഹബീബായ നബിയെ, ഖബറിന്റെ അടുത്തെത്തിയാൽ
എന്നെ ഖബറടക്കം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അങ്ങൊന്ന് എൻ്റെ ഖബറിൽ ഇറങ്ങണം യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, ഖിയാമത്തിന്റെ രണ്ടാമത്തെ ഊത്തുവരെ ഞാൻ കിടക്കേണ്ട ഖബറാണല്ലോ. ആ ഖബറിൽ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ കാലിൻ്റെ പാദത്തിൻ്റെ സ്പർശനമുണ്ടായ, അങ്ങയുടെ പാദസ്പർശനമുണ്ടായ മണ്ണിലാണ് നബിയേ ഖിയാമത്ത് നാൾ വരെ ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പറഞ്ഞു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബും കരയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെടുകയാ. മഹദി ലോകത്തോട് വിട പറയുന്നു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി വസിയത്ത് ചെയ്ത പോലെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ കുളിപ്പിക്കുകയാ. കുളിപ്പിച്ചു കഴിഞ്ഞു. കഫം ചെയ്യാനായതാ. കഫം പുട പുറത്തെടുക്കുകയാണ്. കഫം ചെയ്യാനുള്ള കഫംപുട നേരത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വീടിന്റെ മേൽക്കൂരയിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നേരത്തെ കഫംപുട തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബിനോട് വഫാത്തിന് മുമ്പ് പറഞ്ഞതാ, യാ റസൂലല്ലാഹ്, ഇതാണ് എൻ്റെ കഫംപുടയെന്ന്. മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞ അല്ലാഹുവിൻ്റെ ഹബീബ് കഫം ചെയ്യാനായി കഫംപുട അങ്ങ് നിവർത്തിയപ്പോഴാ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേങ്ങിക്കരഞ്ഞു പോയത് എന്തേ കാരണമെന്നറിയാം? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഫംപുട 40 തുണിക്കട്ടങ്ങൾ വെച്ച് തുന്നിപ്പിടിപ്പിച്ച കഫംപുടയായിരുന്നു. ആരുടെ കഫംപുടയെന്നറിയാമോ? മക്കയിലെ ധനാഢ്യനായ കച്ചവടക്കാരനായിരുന്ന ഖുവൈലിദിന്റെ മകളായ കച്ചവടക്കാരിയായ ധനാഢ്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഫംപുട. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഫഖീറത്തായിട്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞത്. മിസ്കീനത്തായിട്ടാണ് വിട പറഞ്ഞത്. എന്താ കാരണം? പുണ്യനബി അങ്ങനെ ദ്വാരക്കൽ, അല്ലാഹുമ്മ ഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വഅൽഹിഖ്നി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് തൻ്റെ സമ്പത്തെല്ലാം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന് എഴുതി കൊടുത്തു പോയ ആളാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ ഖബറിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് കഫം ചെയ്യാനുള്ളൊരു കഫംപുടയുടെ പോലും അവസ്ഥ ഇതായിരുന്നു. നേരത്തെ ഉസ്താദ് ഇവിടെ ഹദീസ് പറഞ്ഞില്ലേ, ഹുമുൽ അഖ്സറൂന യൗമൽ ഖിയാമ, അവരാണ് ഖിയാമത്ത് നാളിൽ വമ്പൻ പരാജിതർ. 3 തവണ പറഞ്ഞു. അല്ലാഹുവിൻ്റെ ഹബീബിനോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ ആരാണത്? സ്വഹാബി ചോദിച്ചു, ആരാണ്? അപ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ? അൽ അക്സറൂന അംവാല, അൽ അക്സറൂന അംവാല ഹുമുൽ അഖ്സറൂന യൗമൽ ഖിയാമ. ഭൂമിയിൽ ധാരാളം സമ്പത്ത് അല്ലാഹു നൽകി അനുഗ്രഹിച്ച ആളുകളാണ് പരലോകത്തെ ഏറ്റവും വലിയ പരാജിതരെന്ന്. അത് കൃത്യമായി മനസ്സിലാക്കിയ ഖദീജ ബീവി തൻ്റെ സ്വത്ത് മുഴുവൻ ദീനിന് കൊടുത്തിട്ട് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞത് ഫഖീറത്തായിട്ടാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രംഗം കണ്ടുകൊണ്ട് വിതുമ്പിക്കരഞ്ഞു പോയി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കഫം ചെയ്തു മയ്യിത്ത് കട്ടിൽ കൊണ്ടുപോയി ഖബറടക്കം ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് പിന്നെ ജീവിതത്തിൽ മുഴുവനും ദുഃഖിതനായിട്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബിനെ കാണുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ തന്നെ വീട്ടിൻ്റെ അകത്ത് നിന്ന് അത്യാവശ്യത്തിനല്ലാതെ ആവശ്യത്തിനല്ലാതെ അല്ലാഹുവിൻ്റെ ഹബീബ് പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. പുണ്യനബിയുടെ സ്വഭാവം അതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യത്തിന് വീട്ടിൽ നിന്നിറങ്ങുക. റസൂലുള്ള പറഞ്ഞത് തന്നെ അങ്ങനെയല്ലേ? സ്വഹാബാ, എന്നെ നിങ്ങൾക്ക് കാണണോ? ഒന്നുകിൽ നിങ്ങൾ മസ്ജിദുൻ നബവിയിൽ നോക്കണം. സ്വഹാബ, മസ്ജിദുൻ നബവിയിൽ ഞാനില്ലേ?
എൻ്റെ പൊന്നമാൾ ഫാത്തിമയുടെ വീട്ടിൽ എന്നെ അന്വേഷിച്ചാൽ മതി. അവിടെയും നിങ്ങൾ എന്നെ കണ്ടില്ലേ, എൻ്റെ ഭാര്യമാരുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടാകും ഞാനെന്ന്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഭാവം അതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എപ്പോഴും അള്ളാഹിൻ്റെ ഹബീബ് വീട്ടിൻ്റെ അകത്ത ഏറെ ദുഃഖിതനാ. അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണുന്ന സ്വഹാബികൾക്കും വല്ലാത്ത പ്രയാസം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ രണ്ട് മക്കളും വീട്ടിൻ്റെ അകത്ത് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തോടുകൂടെ അല്ലാഹുവിൻ്റെ ഹബീബാണ് ഒറ്റപ്പെട്ടു പോയത്. റസൂലുള്ളാഹിൻ്റെ രണ്ട് മക്കളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മു കുൽസൂമും റളിയല്ലാഹു അൻഹ. മൂത്ത മകളായ സൈനബ് റളിയല്ലാഹു അൻഹയെ അബുൽ ആസാണ് കല്യാണം ചെയ്തത്. അബുൽ ആസ് ആണെങ്കിലോ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൊടിയ ശത്രുവാ. നബുവത്തിൻ്റെ മുമ്പ് കഴിഞ്ഞ കല്യാണമാ. അബുൽ ആസ് വിശ്വസിച്ചിട്ടില്ല. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൊടിയ ശത്രുവാ. എന്തിനേറെ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് അബുൽ ആസ് പോയത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അമ്മോക്ഷനായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ പിതാവായ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കഴുത്തെടുക്കാനാണ് അബുൽ ആസ് ബദർ യുദ്ധത്തിലേക്ക് പോയത്. പുണ്യ നബിയുടെ കൊടിയ ശത്രുവാൻ. ആ ശത്രുവിൻ്റെ കീഴിലാ സൈനബ് റളിയല്ലാഹു അൻഹ ഉള്ളത്. ആലോചിച്ച് നോക്കണം, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ചില ആളുകൾ പറയുന്നുണ്ട്, എൻ്റെ പുതിയാപ്പളിൻ്റെ സ്വഭാവം ഭയങ്കര മോശമാണ് എന്ന് പറയാറുണ്ട്. അള്ളാഹിൻ്റെ ഹബീബിനെ അള്ളാഹു അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? പിൽക്കാലത്ത് വരുന്ന നമുക്കൊരു മനസ്സമാധാനം കിട്ടാൻ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ മകളായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്, റുഖിയ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് അബൂ ത്വാലിബിന്റെ മകൻ അബൂ ലഹബിന്റെ മകനായിരുന്നു. അബൂ ലഹബിന്റെ ഒരു മകന് റുഖിയ ബീവിയെ നിക്കാഹ് ചെയ്തത്. എന്നാൽ വീട്ടിൽ കൂടുന്നതിന് മുമ്പ് തന്നെ ത്വലാഖ് ചൊല്ലിക്കളഞ്ഞു. അള്ളാഹുവിൻ്റെ ഹബീബിനേറെ പ്രയാസമുണ്ടാക്കിയതാണ്. പിന്നെ റുഖിയ ബീവിയെ വിവാഹം ചെയ്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയോ റുഖിയ ബീവിയെയും മക്കയിൽ ജീവിക്കാൻ ശത്രുക്കൾ അനുവദിച്ചില്ല. അങ്ങനെ അവർ ഹബശയിലേക്ക് ഹിജറ പോയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ മകളാ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ഉമ്മു കുൽസൂമിനെയും അബൂ ലഹബിന്റെ വേറെ ഒരു മകൻ നിക്കാഹ് ചെയ്ത് ത്വലാഖ് ചൊല്ലിയതാ. എന്നാൽ ഉമ്മു കുൽസൂമിന്റെ വിവാഹം പിന്നെ കഴിഞ്ഞിട്ടില്ല. ഉമ്മു കുൽസൂം വീട്ടിനകത്താ. അള്ളാഹുവിന്റെ ഹബീബിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കണേ നിങ്ങൾ. അതേപോലെ നാലാമത്തെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയും ഉമ്മു കുൽസൂമുമാണ് വീട്ടിനകത്തുള്ളത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് പേരും വീട്ടിൻ്റെ അകത്ത് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വിശേഷങ്ങൾ അന്വേഷിച്ചു വരുന്ന സ്വഹാബികൾ ഏറെ പ്രയാസത്തോടെയാണ് അവർ തിരിച്ചു പോകാറുള്ളത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത സ്വഹാബിയായിരുന്ന, ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രമുഖന്മാരിൽപ്പെട്ട മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ഏറെ ഒറ്റപ്പെട്ട് കഴിയുന്ന അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിലേക്ക് വിശേഷണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ചൊല്ലുകയാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അവസ്ഥ കണ്ട് ഏറെ പ്രയാസപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് രാത്രിയാ. വീട്ടിലേക്ക് വന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന് ഭാര്യ ഭക്ഷണമെല്ലാം നൽകുകയാണ്. ഭക്ഷണം കഴിച്ചു രണ്ടുപേരും രാത്രി ഉറങ്ങാനായി കിടക്കുകയാണ്. അപ്പോഴാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയോട് പറഞ്ഞത്, പ്രിയപ്പെട്ടവളെ, ഇന്ന് ഞാനേറെ ദുഃഖിതനാണ്. എൻ്റെ മനസ്സിന്
ല്ലാത്തൊരു പ്രയാസോ. ഭാര്യ ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, എന്താ നിങ്ങളെ വിഷമിപ്പിച്ച കാര്യം എന്താ? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് മഹാനവറുകളോട് ഭാര്യ ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ പോയാ ഇങ്ങോട്ട് പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിന്റെ അകത്ത് ഒറ്റപ്പെട്ട അവസ്ഥയില. ആരും അല്ലാഹുവിന്റെ ഹബീബിനോടൊരു വിവാഹത്തിന്റെ കാര്യം പോലും ആരും അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നില്ലല്ലോ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചായിരുന്നു അന്ന് വീട്ടിൻ്റെ അകത്തുള്ള ചർച്ച. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പ്രിയപ്പെട്ടവ ഭർത്താവിനോട് പറയുകയാണ്, നാളെ നേരം പുലർന്നാൽ ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് വരെ ഒന്ന് പോകുന്നുണ്ട്. നേരം പുലർന്നു. ഭർത്താവിനും മക്കൾക്കും ഭക്ഷണമെല്ലാം പാകം ചെയ്തു കൊടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതത്തോടുകൂടെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരുടെ ഭാര്യ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബ് വീട്ടിൻ്റെ അകത്തുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്, ഉമ്മു കുൽഥൂം ഉണ്ട് റളിയല്ലാഹു അൻഹമ. അല്ലാഹുവിന്റെ ഹബീബും വീട്ടിൻ്റെ അകത്തുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വീട്ടിൻ്റെ അകത്ത് ചെന്ന് വിശേഷങ്ങളെല്ലാം അന്വേഷിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് ദുഃഖിതനായിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അവർ തമ്മിൽ ചില കുടുംബ ബന്ധവുമുണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തോടുകൂടെ അങ്ങ് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണല്ലേ യാ റസൂലല്ലാഹ്. രണ്ടു മക്കളും ഒറ്റപ്പെട്ടു പോയില്ല നബിയേ. അതുകൊണ്ട് ഈ രണ്ടു മക്കൾക്ക് വീട്ടിനകത്തൊരു തുണ വേണ്ടേ യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, ഒരു വിവാഹം അന്വേഷിച്ചോട്ടെയോ യാ റസൂലല്ലാഹ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഇതങ്ങ് പറഞ്ഞപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇരു കണ്ണുങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. മഹദി രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഞാനൊരു വിവാഹം എന്ന് പറഞ്ഞപ്പോഴേക്കേ അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത് എൻ്റെ ഖദീജയോട് കിടപിടിക്കാൻ പറ്റാവുന്ന ഒരു പെണ്ണും ഇനി എനിക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞാണ് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞത്. എൻ്റെ ഖദീജ എന്ന് പറഞ്ഞാണ് അല്ലാഹുവിന്റെ ഹബീബ് കണ്ണിൽ വെള്ളം നിറച്ചത് എന്ന് മഹദി രേഖപ്പെടുത്തുകയാണ്. മഹദി പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ ഖദീജയുടെ ശേഷം ഇനി ഒരാളെയും ഞാൻ ഭാര്യയായി സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്നാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ആദ്യം പറഞ്ഞത്. എന്നാൽ മഹദി പറയുകയാണ്, ഞാൻ നിരന്തരമായി നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത്, ഇനി എന്നെ വെൽക്കാൻ ഖദീജയെ പോലെ എന്നെ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു പെണ്ണ് ലോകത്തുണ്ടാകാൻ ഇടയില്ലല്ലോ എന്ന്. അപ്പോഴാ മഹദി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അങ്ങേ വെൽക്കാൻ മക്കയിൽ എത്രയോ സ്ത്രീകൾ തയ്യാറാണ് നബിയേ. ആ കന്യകയായ സ്ത്രീകളാണോ അങ്ങേക്ക് വേണ്ടത്? കന്യകയായ ഭാര്യമാരാണോ വേണ്ടത്? അതല്ല വിവാഹമോചിതരായ സ്ത്രീകളാണോ വേണ്ടത്? ഏത് രീതിയിലുള്ള വിധവകളായ സ്ത്രീകളാണോ അങ്ങേക്ക് ഇഷ്ടമേതാണോ? അങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെയോ മക്കത്ത് ധാരാളമുണ്ടല്ലോ, അങ്ങയെ സ്വീകരിക്കാൻ തയ്യാറായി. അപ്പോഴാണ് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസ്മാന്റെ ഭാര്യ പറയുന്നത് റളിയല്ലാഹു അൻഹു, മഹദി പറഞ്ഞുത്രേ, കന്യകയായ സ്ത്രീയാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ ഏറ്റവും അടുത്ത അനുയായിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ഉണ്ടല്ലോ റളിയല്ലാഹു അൻഹ. കേൾക്കണേ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആയിഷ ബീവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ആയിഷ ചെറിയ പെണ്ണല്ലേ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ആദ്യം പറഞ്ഞത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹിനോട്, യാ റസൂലല്ലാഹ്,
ആയിഷ അങ്ങേക്ക് വിവാഹം ചെയ്തു തരുന്ന കാര്യോ സിദ്ദീഖിനോട് ഞാൻ പറഞ്ഞാൽ സിദ്ദീഖിനേറെ സന്തോഷമായിരിക്കും യാ റസൂലല്ലാഹ്, അങ്ങേക്ക് സമ്മതമാണോ? ഞാൻ സിദ്ദീഖിനോടൊന്ന് പറഞ്ഞോട്ടെ എന്ന് റളിയല്ലാഹു അൻഹു. അങ്ങനെ അതാ മഹദി എവിടെ നിന്ന് പുറപ്പെടുകയാണ്? മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. പക്ഷേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ അകത്തില്ല, ഉമ്മു റുമാന വീട്ടിൻ്റെ അകത്തുള്ളത്. മഹദി വീട്ടിലേക്ക് വന്നുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ഉമ്മു റുമാനയോടാ പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൻ്റെ അകത്ത് ഒറ്റപ്പെട്ട് കഴിയുകയാണല്ലോ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ തുണ വേണ്ടേ? നിങ്ങളുടെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ ഹബീബിന് വിവാഹം ചെയ്തു കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന്. ആ ഇടയാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിലൊരു സ്വപ്നം കാണുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാ. ഒരു ദിവസം ഉറങ്ങുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത് സ്വപ്നത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിലേക്ക് ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ സമ്മാനം അങ്ങേക്ക് അല്ലാഹു തന്നയച്ചതാണെന്ന്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാനത് പൊളിച്ചു നോക്കിയപ്പോൾ റഅയ്തു ആയിഷയാണ് ഞാൻ കണ്ടത് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹിനോട് വിവാഹം ചെയ്യണം എന്ന് അല്ലാഹു തന്നെ റസൂലുള്ളാഹിനെ അറിയിച്ചതാ. അതിന് ശേഷമാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഇങ്ങനെ കൂടെ വന്ന് പറയുന്നത്. നേരെ ഉമ്മു റുമാനോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ ഹബീബിന് വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തുകൂടെ എന്ന്. ഉമ്മു റുമാൻ കേട്ടപാടെ വല്ലാതെ സന്തുഷ്ടയാവുകയാണ്. പക്ഷേ ഉമ്മു റുമാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യം വേറൊരു കുടുംബത്തോട് നേരത്തെ പറഞ്ഞു വെച്ചതാ. എനിക്കേറെ സന്തോഷമാ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തു പോയതാ. അവരൊന്ന് വന്നതിന് ശേഷം ഞാൻ അവരുമായി ഒന്ന് കൂടിയാലോചിക്കട്ടെ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ പറഞ്ഞയച്ചത്. അല്പനേരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരികയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശവാഹകയായി പ്രിയപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്ന വിവരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മാതാവ് ഉമ്മു റുമാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവിയെ വിവാഹം ചെയ്തുകൂടെ എന്ന് ചോദിച്ചാ വന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടപാടെ വല്ലാതെ സന്തുഷ്ടനായി. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നമ്മൾ ഇന്ന ആളോട് ആയിഷ ബീവിയുടെ വിവരം നേരത്തെ പറഞ്ഞു വെച്ചതാണല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നിറങ്ങുകയാ, നേരെ ആ കുടുംബത്തിലേക്ക് ചെല്ലുകയാ. ആ കുടുംബത്തിൽ ചെന്ന് ഈ വിവരം ആരായാൻ വേണ്ടിയാ ചെന്നത്. പക്ഷേ ആ കുടുംബം ആ ബന്ധത്തിൽ നിന്ന് നേരത്തെ അവർ വിമുഖത കാണിച്ച് പിന്തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അനുയായിയായി എന്നതായിരുന്നു അതിൻ്റെ കാരണം. അതുകൊണ്ട് അവർ ആ വിവാഹ ബന്ധത്തിന് താല്പര്യപ്പെട്ടില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഏറെ സന്തോഷമായി. അല്ലാഹുവിൻ്റെ ഹബീബിനെ വിവരമറിയിക്കുകയാണ്. അങ്ങനെ നിക്കാഹിനുള്ള ദിവസം കാണുകയാ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിന്റെ ദിവസം അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്.
നമ്മളെ നാട്ടിലൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നോ ആ പള്ളിയിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിക്കാഹ് നടക്കുക. കണ്ണൂരൊക്കെ പുതിയാപ്പിളാരെ വീട്ടിൽ നിന്ന് നടക്കുക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് വരുന്ന സമയം ആയിഷ ബീവിയുടെ അവസ്ഥയെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹിനായി വീട്ടിലേക്ക് വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരികളോടൊപ്പം അങ്ങനെ കളിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം 7 വയസ്സാണെന്ന്. അള്ളാഹുവിൻ്റെ ഹബീബ് നിക്കാഹിന് വരുമ്പോൾ 7 വയസ്സാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു, ഞാനിങ്ങനെ കളിക്കാണ് കൂട്ടുകാരികളോടൊപ്പം. എന്നോട് പറഞ്ഞു, ആയിഷ ഇങ്ങ് വാ ആയിഷ. ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഉമ്മ എന്നെ നന്നായി കുളിപ്പിച്ചു തന്നു. പുതിയ വസ്ത്രങ്ങളെല്ലാം അണിയിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആയിഷ ഇന്ന് നിന്റെ നിക്കാഹ് നടക്കുകയാണ് ആയിഷ, റസൂലുള്ളയാണ് നിന്റെ ഭർത്താവ് ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അന്ന് എനിക്ക് 7 വയസ്സാണ്. 7 വയസ്സ്. ചില ആളുകൾ പറയണ്ട് 7 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കേ, നിക്കാഹ് ചെയ്യുകയോ. ഇസ്ലാം ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണല്ലോ. അങ്ങനല്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഇസ്ലാം നിക്കാഹിനെ കാണുന്നത് ആധുനിക ലോകവും ഇസ്ലാമും തമ്മിൽ വ്യതിരിക്തമാകുന്നത് ഇവിടെയാണ്. ആധുനിക ലോകം വിവാഹത്തെ കാണുന്നത്, വിവാഹത്തെ ഒന്നാമതായി കാണുന്നത് ലൈംഗികതയായിട്ടാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചത്, നിക്കാഹിലൂടെ ഒന്നാമതായി ദീൻ കാണുന്നത് ഒരു പെണ്ണിൻ്റെ സംരക്ഷണമാണ്. അവിടെ വ്യത്യാസം. പെണ്ണിൻ്റെ സംരക്ഷണമാണ് ഇസ്ലാം കാണുക. അല്ല നിക്കാഹിന്റെ സമയത്ത് പറഞ്ഞു കൊടുക്കണം എന്താ, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമാറൂഫ് ഔ തസ്രീഹിം ബിഇഹ്സാൻ. എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരികയാണ് അല്ലാഹു കൽപ്പിച്ച പോലെ. എന്താണ്? ഇംസാകും ബിമഅറൂഫ്, നല്ല രീതിയിൽ എൻ്റെ പൊന്നുമോളെ നീ സംരക്ഷിക്കണോ, അതിനെ കടിയില്ലേ. ഔ തസ്രീഹിം ബിഇഹ്സാൻ, എൻ്റെ മോളെ നല്ല രീതിയിൽ എനിക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന്. വിവാഹത്തിൻ്റെ വചനം പോലും അങ്ങനെ, നല്ല രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കണമെന്ന്. വിശുദ്ധ ഇസ്ലാം വിവാഹത്തിലൂടെ കാണുന്ന ഒന്നാമത്തെ ലക്ഷ്യം സംരക്ഷണമാണ്. എൻ്റെ സഹോദരങ്ങളെ, ആധുനിക ലോകം കാണുന്നത് ലൈംഗികതയുടെ ലൈസൻസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഓല് പറഞ്ഞത് ഒരു പെണ്ണിനെങ്ങനെ ചെറുപ്പത്തിൽ നിക്കാഹ് ചെയ്യാൻ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മറ്റൊന്നാണ്. ഏറ്റവും പ്രധാനമായൊരു പെണ്ണിൻ്റെ സംരക്ഷണമാണ് ഇസ്ലാം ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണല്ലോ സംരക്ഷണം നൽകാൻ പറ്റാവുന്നവൻ്റെ കയ്യിലേ ഏൽപ്പിക്കാവൂ എന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓർക്കുകയാണ്, പെരിങ്ങത്തൂരിനടുത്തുള്ള ഒരാൾ ഒമാനിൽ വെച്ച് ഞാനുമായി കണ്ടുമുട്ടിയപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. മഹാനായ തങ്ങളോട് അയാൾ എപ്പോഴും ദുആ ചെയ്യാൻ പറയത്രേ, തങ്ങളെ എൻ്റെ മകൾക്കൊരു നല്ല ഭർത്താവിനെ കിട്ടാൻ ദുആ ചെയ്യണം, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മരിക്കാവൂ തങ്ങളെ, അതിന് നിങ്ങൾ ദ്വാരക്കണം. എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ദിവസം തങ്ങൾ ഇങ്ങനെ ചോദിച്ചത്രേ, അല്ല നീ എന്താ അങ്ങനെ എൻ്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ മരിപ്പിക്കാവൂ, എനിക്ക് അതിന് ദീർഘായുസ് കിട്ടാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞത്, നീ ഇല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കില്ലേ എന്ന് ചോദിച്ചു. നീ ഇല്ലെങ്കിലും അവളുടെ വിവാഹം കഴിയില്ലേ? വാപ്പാരില്ലാത്ത എത്ര കുട്ടികളെ കല്യാണം കഴിയുന്നുണ്ട്. ആ സമയത്ത് ഇയാൾ പറയാൻ, ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഞാനില്ലെങ്കിലും കല്യാണമൊക്കെ കഴിയും, ശരിയാണ്, എൻ്റെ ജേഷ്ഠാനുജന്മാരോ അവരുടെ ആങ്ങളമാരോ ഒക്കെ അവളെ കല്യാണം കഴിക്കും, പക്ഷേ എൻ്റെ മകൾക്ക് ഞാൻ ഒരു ഭർത്താവിനെ അന്വേഷിക്കുന്ന പോലെയുള്ള ഭർത്താവ് ആവണമെന്നില്ല അവരന്വേഷിക്കുന്നത്. ഇയാൾ പറയാണ് തങ്ങളോട്, തങ്ങളെ എൻ്റെ മകൾക്ക് കിട്ടുന്നത് ഏറ്റവും അനുയോജ്യനായ ഭർത്താവാകണം എന്നാകും ഞാൻ ചിന്തിക്കുക. എൻ്റെ മരണശേഷം ഒരു കല്യാണമൊക്കെ കഴിക്കും, പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒന്നായിട്ട് ആ ബാധ്യത കഴിഞ്ഞു പോട്ടെ എന്ന് കരുതിയിട്ടാവും കല്യാണം കഴിക്കുക. അപ്പോൾ തങ്ങൾ പറഞ്ഞത്ര, അത് ശരിയാ നീ പറഞ്ഞത്.
ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 8ഉം 10ഉം വയസ്സുള്ള 2 പെൺമക്കളാണ്. വാപ്പ ക്യാൻസർ രോഗിയായിട്ട് മരിക്കാൻ പോവുക അവശനായിട്ട്. ആ കുട്ടികളെ സുരക്ഷിതമായൊരു കരങ്ങളിൽ ഏൽപ്പിക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമമോ ലോകത്ത് പല രാജ്യങ്ങളുടെ നിയമമോ പല മതങ്ങളുടെ നിയമമോ അതിനനുവദിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞത് ഈ വാപ്പക്ക് സന്തോഷത്തോടെ മരിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല 2 ചെറുപ്പക്കാരെ കണ്ടെത്തി അവരെ നിക്കാഹ് ചെയ്ത് കൊടുക്കുക. നിക്കാഹ് ചെയ്ത അതിൻ്റെ അർത്ഥം ലൈംഗികതയ്ക്ക് വിട്ടുകൊടുക്കണം എന്നല്ല. ഏത് പ്രായത്തിലും നിക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞതെന്താ? ഒരു പെണ്ണിനെ ശാരീരികമായി പക്വമാകുമ്പോഴേ ഭർത്താവിനെ ഏൽപ്പിക്കാവൂ എന്നും അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിക്കാഹ് ചെയ്താൽ പിന്നെ ഭർത്താവിൻ്റെ സംരക്ഷണത്തില. പക്ഷേ ശാരീരികമായ ബന്ധം പുലർത്താൻ ഈ കുട്ടി ശാരീരികമായി പക്വമായെങ്കിലേ ഏൽപ്പിച്ചു കൊടുക്കാവൂ എന്ന് വലിയനോടും അള്ളാഹുവിൻ്റെ ദീൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ സുരക്ഷിതത്വം ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരാൾക്ക് കൈമാറാനുള്ള അവസ്ഥ അള്ളാഹുവിൻ്റെ ദീൻ നൽകിയിട്ടുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവിയുടെ 7ാമത്തെ വയസ്സിലാണ് നിക്കാഹ് ചെയ്തതെങ്കിലും വീട്ടിൽ കൂടിയിട്ടില്ല. വീട്ടിൽ കൂടിയത് 9ാമത്തെ വയസ്സിലാണ്. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മദീനയിലേക്ക് പലായനം ചെയ്തല്ലോ. മദീനയിൽ അല്ലാഹുവിൻ്റെ ഹബീബത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി അല്ലാഹുവിൻ്റെ ഹബീബ് നിർമ്മിക്കുകയാണ്. ആ പള്ളിയോട് ചേർന്ന അല്ലാഹുവിൻ്റെ ഹബീബ് ഒരു വീട് നിർമ്മിക്കുന്നത്. ആ വീടിൻ്റെ നിർമ്മാണം കഴിയുന്നതോടുകൂടെയാണ് വീട്ടിൽ കൂടാൻ തീരുമാനിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, മദീനയിൽ സ്വഹാബികളെല്ലാവരും എത്തിയപ്പോൾ എല്ലാവർക്കും പനി ബാധിച്ചത്രേ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തനിക്കും പനി വന്നോ? ആയിഷ ബീവി തനിക്ക് വന്ന പനിയെക്കുറിച്ച് പറയുകയാണ്, പനിയുടെ ശക്തി കൊണ്ട് തലമുടി പോലും കൊടിഞ്ഞു പോയത്രേ. അങ്ങനെ പനിയെല്ലാം സുഖമായി. അതിന് ശേഷം ശരീരം അതാ പൊട്ടിച്ചു വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിന് ശേഷം ശാരീരികമായ പൊട്ടി കൈവരിക്കുകയാണ്. 9 വയസ്സാ. ആ സമയത്താണ് വീട്ടിൽ കൂടാൻ തീരുമാനിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പ്രായം 9 ആയിരുന്നുവെങ്കിലും ശാരീരികമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നല്ല പൊട്ടി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൊട്ടി അങ്ങനെ ഉണ്ടാവും ചില കുട്ടികൾ. വയസ്സ് ചെറുതാണ്, പക്ഷെ നല്ല ശരീരം ആകാരം ഉണ്ടാവും. നിങ്ങൾ എൻ്റെ കൂടെ വന്ന വടകരക്കടുത്തുള്ള ഞാനും കബീറാജും ഒക്കെ അറിയുന്ന ഒരാളുണ്ട്. അയാൾ എന്നോട് പറഞ്ഞതാ, സാറേ എൻ്റെ മോക്ക് 11 വയസ്സായിട്ടുള്ളൂ, പക്ഷേ ഇപ്പം തന്നെ ഒരു 20 വയസ്സുള്ള പെണ്ണിൻ്റെ മാതിരിയാണ്. അതുകൊണ്ട് ഞാൻ രാത്രി ഓക്കൊന്നും തിന്നാൻ കൊടുക്കില്ല. രാത്രി തിന്നാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ കാരണം തടി കൂടുമെന്ന് പേടിച്ചിട്ട്. ഞാൻ ഓർക്കുന്നു ഒരു 10-16 കൊല്ലം മുമ്പാണ് ചാവക്കാട് ഒരു സ്ഥലത്ത് വയലിന് പോയി. വയലിന് ഭക്ഷണം കഴിക്കാനൊരു വീട്ടിൽ ചെന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ദ്വാ ചെയ്ത് ഇറങ്ങുമ്പോൾ ആ വീട്ടുകാരനോട് പറയാം, ഉസ്താദേ എനിക്കൊരു മോളുണ്ട്, ഞാൻ വലിയ ടെൻഷനിൽ ഞങ്ങൾ ദ്വാരക്കണം. ഞാൻ ചോദിച്ചെന്താ? എന്നോട് പറഞ്ഞു, ഓക്ക് 12 വയസ്സായിട്ടുള്ളൂ, പക്ഷെ ഇപ്പം തന്നെ 22 വയസ്സുള്ള പെണ്ണിൻ്റെ മാതിരിയാണ്. നീ 5-6 വർഷവും കൂടെ കഴിയുമ്പോഴേ ഒരു 10-35 വയസ്സുള്ള പെണ്ണിൻ്റെ കോലത്തിൽ കോളാവോ എന്നുള്ള പേടിയിലാണ്. എങ്ങനെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കും? 18 വയസ്സ് വരെ ഞാൻ എങ്ങനെ കാത്തിരിക്കും? എനിക്കറിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ശാരീരികമായി പൊട്ടി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. 9ാമത്തെ വയസ്സിലാ വീട്ടിൽ കൂടാൻ തീരുമാനിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പുതിയാപ്പിളയായി ചെല്ലുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് തന്റെ വീട്ടിലേക്ക് വന്നു. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. അല്ലാഹുവിന്റെ ഹബീബിന് ആദ്യമായി കുടിക്കാൻ കൊടുത്തത് പാലായിരുന്നു എന്ന് ആയിഷ. പുതിയാപ്പിളാര് വീട്ടിലേക്ക് വരുമ്പോൾ പാല് കുടിക്കാൻ കൊടുക്കുക, അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. എല്ലാ മേഖലയിലും റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ടല്ലോ. നമ്മൾ കൊടുക്കലെന്താ? കട്ടൻ കാപ്പിയോ കോഫിയോ കൊടുക്കുക.
ബേക്കറിയും. നമ്മളെല്ലാം ബേക്കറിൻ്റെ പിന്നാലെ കൂടിയതുകൊണ്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിൻ്റെ ഹബീബ് പാല് കുടിച്ചു. പകുതി അല്പം കുടിച്ചതിന് ശേഷം എൻ്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, ആയിഷ ഇശ്റബി, കുടിക്കൂ ആയിഷ എന്നോട് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അല്പം കുടിച്ചോ. എന്നോട് പറഞ്ഞു, ആയിഷ നിന്റെ ചങ്ങാതിച്ചുമാർക്ക് കൊടുക്കൂ ആയിഷ. അങ്ങനെ ഞാൻ എൻ്റെ ചങ്ങാതിച്ചുമാർക്കും കൊടുത്തു വന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ ചൊല്ലൂ സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിന് ശേഷം അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സ്വഹാബിയാത്തായ വനിതകൾ അണിച്ചൊരുക്കി അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴുള്ള അവസ്ഥ പറയുകയാണ്. ആരാണ് ആയിഷ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ അകത്ത് കഴിഞ്ഞുകൂടിയ മോളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നമുക്കറിയാമല്ലോ, മക്കയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നല്ലോ, ധനാഢ്യനായിരുന്നല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിറ്റ് വരവിനെ കുറിച്ച് പറയുന്നത് 40,000 സ്വർണ്ണ നാണയങ്ങളായിരുന്നുവെന്നാണ്. ആ സിദ്ദീഖിന്റെ വീട്ടിൽ വളർന്ന ആളാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് കയറി വന്നരങ്ങോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ അവസ്ഥയെക്കുറിച്ച്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വീടിന്റെ മേൽക്കൂര ഈത്തപ്പനെ ഓല കൊണ്ടായിരുന്നു. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ വീട്ടിന്റെ അകത്ത് നിന്ന് കൈയൊന്ന് പൊക്കിയാൽ വീടിന്റെ മേൽക്കൂരയിൽ തട്ടുമായിരുന്നവത്രേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആ വീട്ടിൻ്റെ അകത്ത് 3 പാത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രമായിരുന്നു, മറ്റൊന്ന് ഈത്തപ്പഴം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രമായിരുന്നു, 3ാമത്തെ പാത്രത്തിലായിരുന്നു മാവ് സൂക്ഷിക്കാറുണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നല്ലോണം കേൾക്കണം പെണ്ണുങ്ങന്മാർ, എന്തിനത് പറഞ്ഞറിയങ്ങള്, എന്തിനാ പറയും, നമ്മളെവിടെ അവരെവിടെ എന്ന് നമ്മൾ ചിന്തിക്കാനാണ്. ഈയിടെ ഒരാൾ എൻ്റെ അടുത്ത് വന്നു, പള്ളിയിൽ വന്നെൻ്റെ റൂമിൽ വന്ന അയാൾ അങ്ങനെ പൊട്ടി കരഞ്ഞു. അയാൾ, ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? അപ്പം എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ 38 ലക്ഷം ഉറുപ്പിക ബാങ്കിൻ്റെ കടക്കാരനാ, 38 ലക്ഷം ഉറുപ്പിക ബാങ്കിൽ നിന്ന് ഞാൻ കടമെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കടമെടുത്തത്? എന്നോട് പറഞ്ഞ് വീടുണ്ടാക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പണമില്ലെങ്കിൽ തറവാട്ട് വീട്ടിൽ തന്നെ നിന്നാൽ പോരെ, നിങ്ങൾ എന്തിനെ തിരിച്ചടക്കാൻ കഴിയാത്ത വിധം ഈ ഭീമമായ സംഖ്യ നിങ്ങൾ എന്തിനാ പലിശക്ക് വാങ്ങിയത്? അപ്പം അയാൾ പറഞ്ഞു, ഉസ്താദേ തീരെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, എൻ്റെ അടുത്ത് 75 ലക്ഷം ഉറുപ്പിക ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇയാൾ എടുത്തത് 1 കോടിയുടെ മുകളിലുള്ള വീടാണ്. ഞാൻ അയാളോട് ചോദിച്ചു, 75 ലക്ഷം തന്നെ നിങ്ങൾക്ക് വീടെടുത്താൻ മതിയാകുമായിരുന്നില്ലേ? അപ്പം അയാൾ എന്നോട് പറയാണ്, ഉസ്താദേ എൻ്റെ ഭാര്യയുടെ ആഗ്രഹം തീർത്തു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ. അപ്പം എന്താ പ്രശ്നം എന്നറിയോ? ഇയാൾ വീടെടുക്കുമ്പോൾ ഇയാളുടെ ഭാര്യയുടെ ചേട്ടത്തിമാരുടെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഭാര്യ പറയാണത്ര ഇയാളോട്, താത്താൻ്റെ വീടിനേക്കാളും ഒരു പിടി മുന്നിലാകണം നമ്മുടെ വീട്. അവർക്ക് 2 കിച്ചണാ, നമുക്ക് 3 കിച്ചൺ വേണോ? അവരുടെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് 800 രൂപ സ്ക്വയർ ഫീറ്റിനുള്ള ഗ്രാനൈറ്റ് ആണ്, നമ്മുടേത് 1000-ഓ 2000-ഓ ആകണം. ഇയാൾ പറയാ, ആഗ്രഹം തീർക്കാൻ വേണ്ടി ഉസ്താദെ കയ്യിലുള്ള പൈസ തികയാതെ വന്നപ്പോൾ ഞാൻ കടം വാങ്ങിയതാ 38 ലക്ഷം ഉറുപ്പിക. എനിക്ക് ശമ്പളം 50,000-ആ. എല്ലാ മാസവും കിട്ടുന്ന ശമ്പളം പോലും ഞാൻ അടച്ചാലും എൻ്റെ പലിശ ജീവിതം മുഴുവൻ ഞാൻ കൊടുത്തു തീരൂല. പെങ്ങളെ ആലോചിക്കണേ, ചിന്തിക്കണേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഏത് ഹബീബാണ്? അൻതല്ലദീ ലൗലാ കമാ ഖുലിഖ ഇംറുൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക.
അങ്ങില്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ജന്മമില്ലെന്ന് പുകഴ് കൊണ്ട നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബിന്റെ വീടിനെ കുറിച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൻ്റെ അകത്ത് ഒരു വിരിപ്പാറുണ്ടായിരുന്നത്, അതേപോലെ പുതക്കാനൊരു പുതപ്പാറുണ്ടായിരുന്നത്, ഒരു തലയണയായിരുന്നു ഉണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കും റസൂലുള്ളാഹിക്കും ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രം, വെള്ളം കുടിക്കാൻ ഒരു പാത്രം, ഇതല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൻ്റെ അകത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ 9ാമത്തെ വയസ്സിൽ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവസ്ഥ അങ്ങനെ. പക്ഷെ ആയിഷ ബീവിക്ക് പരാതി ഉണ്ടോ? പരാതിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ജീവിതം സന്തോഷപൂർണമായിരുന്നു. വീട്ടിൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെയാണെങ്കിലും ജീവിതം സന്തോഷപൂർണമായിരുന്നു. നമ്മുടെ പല ആളുകളുടെയും സ്ഥിതി എന്താ വെച്ചാൽ വീടൊക്കെ ഭയങ്കര ഭംഗിയാണ്, പക്ഷെ വീട്ടിൻ്റെ അകത്തുള്ള രണ്ടാളുടെയും മനസ്സ് എരിഞ്ഞു പൊരിഞ്ഞു കഴിയാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, റസൂലുള്ള എന്നെ മനസ്സിലാക്കിയിട്ടായിരുന്നു എന്നോട് പെരുമാറാറുണ്ടായിരുന്നത്. ആയിഷ ബീവി കരഞ്ഞൊരു വീട് മദീനത്ത് ഇപ്പോഴും ഉണ്ട്. ഞാനെന്ന് ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ വേഗം അവസാനിപ്പിക്കും. ആയിഷ ബീവിയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞ ഒരു വീട് മദീനത്ത് ഇപ്പോഴുമുണ്ട്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണത്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞ വീടാണ് വീട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഉർവ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് സൽക്കരിച്ചു. ഉർവ റളിയല്ലാഹു അൻഹു ആരാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകനാണ് ഉർവ റളിയല്ലാഹു അൻഹു. അപ്പം മൂത്തമ്മാനെ സൽക്കരിച്ചു. ആരോ? ഉർവ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക്. എപ്പോഴാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷമാ. എന്തിനാ സൽക്കരിച്ചത്? മൂത്തമ്മ വീട്ടിൻ്റെ അകത്ത് ഒറ്റയ്ക്കിരിക്കുകയാണല്ലോ, ആ പ്രയാസങ്ങളിൽ ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. മദീനത്താണ് ആ വീട്, ഇപ്പോഴും കാണാൻ കഴിയും. മദീന മുനവ്വറയിൽ കൂടെ വരാറുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഈ നിരോധിതമായ മേഖലയാണെങ്കിലും ശരി ഇടയ്ക്ക് പോകാറുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞ വീടാണത്. ഉർവ റളിയല്ലാഹു അൻഹു ആയിഷ ഉമ്മയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഭക്ഷണമെല്ലാം പാകം ചെയ്തു. ആ ഭക്ഷണം ഉർവ റളിയല്ലാഹു അൻഹു ആയിഷ ഉമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. മൂത്തമ്മയോട് പറഞ്ഞു, മൂത്തമ്മ കൈ കഴുകി ഭക്ഷണം കഴിക്കൂ. മൂത്തമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തിന്റെ മുമ്പിൽ വന്നിരുന്നതാ. അങ്ങ് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഉർവ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ഉർവ റളിയല്ലാഹു അൻഹു ചോദിച്ചോ, എന്തിനാണ് മൂത്തമ്മ അങ്ങ് കരയുന്നത്? ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്തിനാ കരയുന്നത്? അപ്പോഴാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നിങ്ങൾ ആലോചിക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോൾ ആയിഷ ബീവിയുടെ പ്രായം 18 ആണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഉർവ മോനെ, ഉർവ ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ 10 കൊല്ലം കഴിഞ്ഞു കൂടിയിട്ടുണ്ട് മോനെ, റസൂലുള്ളാഹിന്റെ ഭാര്യയായി. പൊന്നു മോനെ, ആ 10 കൊല്ലത്തിനിടക്ക് മോനെ ഉർവ ഇതുപോലൊരു ഭക്ഷണം റസൂലുള്ള കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മോനെ. ഇതുപോലൊരു ഭക്ഷണം എൻ്റെ റസൂലുള്ളാഹിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കിട്ട് കഴിഞ്ഞിട്ടുമില്ല മോനെ എന്ന് പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടി പൊട്ടി കരഞ്ഞത്. മദീനത്തിൻ്റെ കണ്ണുനീർ തുള്ളികൾ വീണ വീട് ഇന്നുമുണ്ട് എൻ്റെ സഹോദരങ്ങളെ. എന്താ പറഞ്ഞറിയോ? ഇങ്ങനൊരു ഭക്ഷണം റസൂലുള്ള കഴിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനൊരു ഭക്ഷണം റസൂലുള്ളാഹിക്ക് ഉണ്ടാക്കി കൊടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലേ, പലരും ആധുനിക ലോകത്ത് പലരും ആയിഷ ബീവിക്ക് വേണ്ടിയിട്ടാണ് കണ്ണീര് പോയിക്കണത് അല്ലേ. ആയിഷ ബുദ്ധിമുട്ടായി റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിട്ട് നിങ്ങളെല്ലടോ പറയേണ്ടത്? അത് ആയിഷ ബീവിയാ പറയേണ്ടത്. ആയിഷ ബുദ്ധിമുട്ടായിട്ടുണ്ടോ എന്ന് റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എൻ്റെ ഹബീബിനെ പോലെ ഒരാളെ ലോകത്ത് എനിക്ക് കിട്ടൂല എന്ന്.
എൻ്റെ ഹബീബ് എന്നെ മനസ്സിലാക്കി പെരുമാറിയ ആളാണ്. സാധാരണ നമ്മൾ നേരെ തിരിച്ചാ പറയാ. നമ്മൾ പറയല് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, ഞാൻ അങ്ങനെ തിരക്കുള്ള ആളല്ലേ, ഓൾ ഇങ്ങനെ പറഞ്ഞാൽ പറ്റുമോ, ഓൾ എന്നെ മനസ്സിലാക്കുന്നില്ല, അവൾ എന്നെ തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പറയാം. എന്നാൽ ആയിഷ ബീവി പറഞ്ഞ എന്താ നിങ്ങൾ കേൾക്കണം. എൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ കല്യാണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഭർത്താക്കന്മാരെ ഒരുപാട് പുരുഷന്മാരുണ്ട്. ആയിഷ ബീവി പറയാ, എൻ്റെ ഹബീബിനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, എന്നെ അറിഞ്ഞ് എന്നോട് പെരുമാറിയ ആളാണ് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയാണ്, 9ാമത്തെ വയസ്സിലാണല്ലോ ഞാൻ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ആയിഷ ബീവി പറയും, എനിക്ക് കളിയോട് വല്ലാത്ത ഇഷ്ടമാണ് ആ പ്രായത്തിൽ. ആയിഷ ബീവി ഭയങ്കര കളി, ചെറിയ പ്രായമല്ലേ, കൂട്ടുകാരികളോടൊപ്പം കളിക്കുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയാണ്, വീട്ടിലേക്ക് അല്ലാഹുവിൻ്റെ ഹബീബിടക്ക് കയറി വരുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികളോടൊപ്പം അങ്ങനെ കളിക്കുണ്ടാകും. അത് കണ്ടാൽ റസൂലുള്ള ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഞങ്ങളെ കണ്ടില്ലെന്ന മട്ടിൽ വീട്ടിൻ്റെ അകത്തേക്ക് അങ്ങ് കയറി പോകും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കളിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരികൾ റസൂലുള്ളാഹിനെ കാണുമ്പോൾ ഓടുമ്പോൾ പറയത്രേ, അവിടെ തന്നെ നിന്നോളൂ, നിങ്ങൾ കളിച്ചോളൂ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഒരിക്കൽ റസൂലുള്ള വീട്ടിലേക്ക് ഇങ്ങ് കയറി വരുമ്പോഴാണ് കൂട്ടുകാരികളൊക്കെ കൂടെ റസൂലുള്ളാഹിനെ കണ്ടപ്പം ഓടിപ്പോയി. ഞങ്ങൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ ചിറകുള്ളൊരു കുതിര ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി ആ കുതിരയെ കണ്ടപ്പോൾ ചോദിച്ചു, ആയിഷ, എന്താണ് ആയിഷ കുതിരക്ക് ചിറക്? കുതിരക്ക് ചിറകോ ആയിഷ, കുതിരക്ക് ചിറകോ എന്ന് ചോദിച്ചപാടെ ആയിഷ ബീവിയുടെ മറുപടിയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കുതിരക്ക് ചിറകുണ്ടായിരുന്നില്ലയോ നബിയേ? ആയിഷ ബീവി പറയാ, ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയുന്നത് അറിയാം, നമ്മൾ സാധാരണ പറയാം, നമുക്ക് പിന്നെ എന്ത് പറഞ്ഞാലും തട്ടുത്തരണ്ടാവും, അങ്ങനെ നമ്മൾ പറയാം. എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ ഹബീബ് ഒന്ന് ചിരിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. എത്രയാണ് ആയിഷ ബീവിക്ക് ആ ജീവിതത്തെക്കുറിച്ച് പറയാറുള്ളത് അല്ലേ? മഹാനായി ലോകത്തെല്ലാ ഏത് പെണ്ണിൻ്റെ സ്ഥിതി എന്താ നിങ്ങൾ, തൻ്റെ ഭർത്താവിനെ ഭർത്താവായിട്ട് കാണേ പെണ്ണ് തയ്യാറാവുള്ളൂ. ഇനി ഭർത്താവ് എത്ര വലിയ ഹോജയാണെങ്കിലും അങ്ങനെയാണ്. പ്രധാനമന്ത്രിക്ക് പിന്നെ ഭാര്യ ഇല്ലാന്ന് തോന്നുന്നല്ലേ? പ്രധാനമന്ത്രിക്ക് ഭാര്യ ഉണ്ടോ? മുഖ്യമന്ത്രിയുടെ ഭാര്യയോട് പോലും ചോദിച്ചു നോക്കേണ്ടി അതാരാ, അതിൻ്റെ പുയ്യാപ്പിള എന്ന് പറയാം, മുഖ്യമന്ത്രി എന്ന് പറയലുള്ളൂ. ലോകത്ത് ഏത് ഭാര്യയും ഭർത്താവിനെ ഭർത്താവായിട്ടാണ് കാണുക. പഴയ കാലത്ത് വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു, വലിയ ഭയങ്കര കറാമത്തൊക്കെ കാണിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പറക്കൊക്കെ ചെയ്യും അന്തരീക്ഷത്തിലൂടെ. അപ്പോൾ നാട്ടുകാരൊക്കെ ഈ പെണ്ണിനോട് പറയും, എൻ്റെ ഭർത്താവ് ഭയങ്കര കറാമത്ത് കാണിക്കുന്ന വലിയാണ്. ഓള് പറയും, അങ്ങനെ പറയും. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനം മുന്നേ നബി കവർന്നത് ആയിഷ ബീവിയുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു ഭർത്താവിനൊരു പെണ്ണിനെ കീഴ്പ്പെടുത്താൻ കഴിയും. ഈ പെണ്ണിനോട് ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ, നാട്ടുകാരൊക്കെ പറയുമ്പോൾ ഇവള് പറയും, ഓനല്ലേ, അയാളല്ലേ, എനിക്കറിയാമെന്നൊക്കെ പറയും. അപ്പോൾ ഇയാളിത് അറിഞ്ഞു, ഭാര്യ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇയാൾക്ക് തോന്നി ഭാര്യ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഇയാളൊരു ദിവസം ഭാര്യ വീടിങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് പെട്ടെന്നാണ് പറഞ്ഞു നോക്കൽ. അപ്പോൾ ഈ പെണ്ണിങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കണ്ട ഒരാളിങ്ങനെ പറക്കുന്നത്. അത്ഭുതത്തോടെ ഈ പെണ്ണിങ്ങനെ നോക്കിയിരുന്നു. കയ്യിൽ നിന്നൊക്കെ ചൂല അറിയാതെ താഴത്തേക്ക് വീണുപോയി. പെണ്ണെന്നെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ പറക്കേ, പല അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ട്, ആൾ പറക്കണമൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ഈ പെണ്ണിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അയാൾ പറന്നങ്ങനെ മറിഞ്ഞു പോയി. പിന്നെ ഇവൾ ചൂലെടുത്തിട്ട് ഇങ്ങനെ അടിക്കുക. അങ്ങനെയൊക്കെ കറാമത്ത് കാണിക്കണ മനുഷ്യന്മാർ ലോകത്തുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിക്കുമ്പോൾ ഇയാളിങ്ങനെ പറന്ന് വന്ന് ഓളെ ബാക്കിൽ പിന്നെയും വന്നു. ഞാൻ എന്താ പറയണമെന്ന് വെച്ചു. അല്ല, ഞാനൊരു അത്ഭുതം കണ്ടു എന്ന്. എന്താ കണ്ടതെന്ന് വെച്ചു. ഒരു മനുഷ്യനെങ്ങനെ പറക്കണം, അങ്ങനെയൊക്കെ കറാമത്ത് കാണിക്കാൻ കഴിയുന്ന ആളുകൾ ലോകത്തുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ഇയാൾ വെച്ചത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ്. ഞാനാണ്. നിങ്ങൾ ചെയ്യുന്നത് അതന്നെയാണ്. ആ പറക്കണ സമയത്ത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞത് കണ്ടത്. പെണ്ണ് പലപ്പോഴും ഭർത്താവിനെ മാക്സിമം പോയ പറയാം, എൻ്റെ പുയ്യാപ്പിളയെന്ന് പറയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, എന്നെ അറിഞ്ഞു പെരുമാറിയ ആളാണ് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിൻ്റെ ഹബീബ് വീട്ടിലേക്ക് കയറി വന്നു. ഞാനും വീട്ടിൻ്റെ അകത്തുണ്ട്. പെട്ടെന്നാണ് മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് നിന്ന് ശബ്ദകോലാഹലങ്ങൾ കേട്ടത്.
അള്ളാഹിൻ്റെ ഹബീബ് ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ മദീന പള്ളിയുടെ മുറ്റത്തുനിന്ന് അറബികളുടെ കുട്ടികൾ, കാട്ടറബികളുടെ കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ്. നമ്മൾ ഈ കാലത്തൊക്കെ പള്ളിൻ്റെ മുറ്റത്ത് നിന്ന് ശബ്ദകോലാലം കേട്ടാൽ നമുക്ക് ബേജാറാവുക ചെയ്യാം. അള്ളാഹു ഈ ഉമ്മത്തിന് അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ്. റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, ആയിഷ നിനക്ക് കളി കാണണോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതേ നബി എനിക്ക് കാണണം എന്ന്. വലിയ മനുഷ്യന്മാരെ കളിയില്ലേ, ചെറിയ കുട്ടികൾ കളിക്കുക, ട്രൗസർ എടുത്ത് കളിക്കണ മനുഷ്യന്മാരെ കളിയല്ല, ചെറിയ കുഞ്ഞുമക്കൾ ഇങ്ങനെ കളിക്കുകയാണ് മദീന പള്ളിയുടെ മുറ്റത്ത് വെച്ച്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് എനിക്ക് കളി കാണണം എന്ന്. ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിൽ നിന്ന് മസ്ജിദുൻ നബവിയുടെ മുറ്റത്തേക്കുള്ള ഡോറിൽ അല്ലാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ നിന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ തോളിൽ എൻ്റെ താടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നിന്നു. എന്നിട്ട് കളി ഞാനിങ്ങനെ കാണുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ മതിയോ ആയിഷ? റസൂലുള്ളാഹി എന്തിനാ ഡോറിൻ്റെ അടുത്ത് അങ്ങനെ നിന്നത്? എന്നെ അവർ കാണാതിരിക്കാൻ വേണ്ടിയാണ്. എന്നോട് എന്നിട്ട് ചോദിച്ചു, മതിയോ ആയിഷ? ഞാൻ പറഞ്ഞ പോരെ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് അവിടെ തന്നെ നിന്നോ. കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെയും ചോദിച്ചു, മതിയോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അപ്പം ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ മതി യാ റസൂലല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്നിട്ട് പറയാണ്, ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട്, ഞാൻ ഒരിക്കലും കളി കാണാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല പോരെ നബി എന്ന് പറഞ്ഞത്. അല്ലാഹുവിൻ്റെ ഹബീബിന് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നുവെന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിൻ്റെ ഹബീബ് അങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവി മറ്റൊരു സംഭവം ആയിഷ ബീവി ഉദ്ധരിക്കേണ്ടത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി പറയാം, ഞാൻ ആദ്യം അറയിൽ പോയി കിടന്നിട്ടുണ്ട്, റസൂലുള്ളാഹി വന്നിട്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ അല്ലേ ആൺമക്കൾ കെട്ടിയ ഭാര്യമാർ ആദ്യം പോയി കടന്നുറങ്ങിയാലുള്ള സ്ഥിതി എന്താവും? ആയിഷ ബീവി പറഞ്ഞൊരു വർത്താനം റസൂലുള്ളാഹിനെ കുറിച്ച്, വല്ലാത്തൊരു വർത്താനാണ്. കാന സഹിലൻ, പുണ്യ നബി സിമ്പിളായിരുന്നു. കാന സഹിലൻ, അല്ലാഹുവിൻ്റെ ഹബീബ് സിമ്പിളായിരുന്നുവെന്ന് ഒരിക്കൽ ആയിഷ ബീവി പറയാ, റസൂലുള്ളാഹി വീട്ടിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് വന്നിട്ടെന്നോട് അല്ലാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു, ആയിഷ വല്ലതും കഴിക്കാനുണ്ടോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പറഞ്ഞു, നബിയേ ഒരു റൊട്ടിയുടെ കട്ടമുണ്ട് യാ റസൂലല്ലാഹ്. ഒരു റൊട്ടിയുടെ കഷ്ണം. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ അതിങ്ങ് കൊണ്ടുവാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാനത് കൊണ്ടുപോയി കൊടുത്തു. ഉടനെ എന്നോട് ചോദിച്ചു, കറിയുണ്ടോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ ഹബീബ് അങ്ങനെയാണ് ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞത്. ഉടനെ ഞാൻ പറഞ്ഞു, നബിയേ വീട്ടിൻ്റെ അകത്ത് അല്പം സുർക്കയുണ്ട് യാ റസൂലല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞത്രേ, ആയിഷ എന്നാൽ ആ സുർക്ക ഇങ്ങ് കൊണ്ടുവരൂ ആയിഷ. അല്ലേ, നമ്മളൊക്കെ ആദ്യം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് കുറച്ച് കറി എടുത്ത് ആക്കി വെക്കും, ഇത് ശരിയുണ്ടോ അല്ലേ? പലപ്പോഴും നമ്മൾ വീട്ടിൽ പോയിട്ട് പറയാം, ഞാൻ ഇന്നലെ ഖദീസുവിൻ്റെ വീട്ടിലൊരു സൽക്കാരത്തിന് പങ്കെടുത്തിന്, എന്തോ ഒരു ടേസ്റ്റ് ആ കറിയെന്നാ പറഞ്ഞാൽ തന്നെ പിന്നെ ഇവളുടെ ജന്മത്തിൽ ഉണ്ടാക്കി കൊടുക്കും. ഈ കറിയൊക്കെ കൂടി അവൻ്റെ തലയിൽ കഴിത്താൻ അതോടെ. പുണ്യനബി പറയാ, ആയിഷ ബീവി പറയാ, എൻ്റെ മനസ്സറിഞ്ഞു പ്രവർത്തിച്ച ആളാ എൻ്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സുർക്കയിൽ ഈ റൊട്ടി ഇങ്ങനെ സുർക്കയിൽ ഇങ്ങനെ കുത്തിയിട്ട് തിന്നുമ്പോൾ പറയുകയാണ്, നിഅമൽ ഉദ്മു അൽ ഖല്ലു. ആയിഷ, സുർക്ക എത്ര നല്ല കറിയാണ് ആയിഷ, എത്ര ടേസ്റ്റ് ഉണ്ട് ആയിഷ, എത്ര നല്ല കറിയാണ് സുർക്ക ആയിഷ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ പല ആൾക്കാരും ഭക്ഷണം കഴിക്കാതെ വന്നിട്ടുണ്ടാവുക, തിരിച്ചു പോയിട്ട് ചപ്പാത്തി തിന്നുമ്പോൾ സുർക്കയിലൊന്ന് കുത്തി നോക്കണ്ടേ, മനസ്സിലാവും. ഒരു പെണ്ണിൻ്റെ മനം കവരുന്നിടത്താണ് കുടുംബജീവിതത്തിൻ്റെ സമാധാനം. അല്ലാഹുവിൻ്റെ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ വിജയിച്ച ആളാണ് എൻ്റെ ഹബീബെന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഭയങ്കര കുഴപ്പമുണ്ടാവാൻ പറ്റാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടായപ്പോൾ പുണ്യനബി രമ്യമായി പരിഹരിച്ചതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ,
ഒരു ദിവസം ഉമ്മു കുൽതൂം റളിയല്ലാഹു അൻഹ എൻ്റെ വീട്ടിലേക്ക്, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. ഉമ്മു സലമ ബീവിയാണെന്ന് ആയിഷ ബീവി പറഞ്ഞത്. ഒരു നിവേദന പ്രകാരം ഉമ്മു സലമ ബീവിയാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളാണല്ലോ ഉമ്മു സലമ ബീവി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഉമ്മു സലമ ബീവി എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. ഉമ്മു സലമ ബീവി വന്നപ്പോൾ ഞാൻ ഉമ്മു സലമ ബീവിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി. ആ ഭക്ഷണത്തെക്കുറിച്ച് ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത് പായസം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കലർന്ന എന്തോ ഒരു സാധനം, ഒരു ഭക്ഷണം ഉണ്ടാക്കി. പായസം എന്ന സൗകര്യത്തിന് വേണ്ടി നമുക്ക് പറയാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൻ്റെ അകത്തുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആ ഭക്ഷണം ഉമ്മു സലമ ബീവിക്ക് കൊണ്ടുപോയി കൊടുത്തു. ഉമ്മു സലമ ബീവിക്ക് കൊടുത്തപ്പോൾ ഉമ്മു സലമ ബീവി പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഉമ്മു സലമ ബീവി പറഞ്ഞു, ഞാൻ കഴിക്കുക എന്ന് പറഞ്ഞു. അത് ഈ രണ്ട് പെണ്ണ് കെട്ടിയവർക്ക് അത് മനസ്സിലാവുള്ളൂ, ആ മനഃശാസ്ത്രം എന്താണ്. രണ്ട് കെട്ടിയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട്, ഓലെ ഇടക്കിടക്ക് ഒന്നിച്ചിരിക്കലുണ്ടെങ്കിൽ ഓൽക്ക് ശരിക്കും തിരിയത്. കേരളത്തിലെ പ്രഗത്ഭനായൊരു പ്രഭാഷകൻ, ആളെ പേരൊന്നും ഞാൻ പറയില്ല, നിങ്ങളെ കുറിച്ചായിരുന്നു അയാൾ ഇന്നലെ പറഞ്ഞൊന്നും പറയണ്ട, നിങ്ങൾ വിചാരിക്കുന്ന ആളെ കുറിച്ചല്ല ഞാൻ പറയണത്, മനസ്സിലായല്ലോ. പ്രഗത്ഭനായൊരു പ്രഭാഷകനാണ് അയാൾ. 2 കല്യാണം കഴിച്ച ആളാണ്. അയാൾക്ക് മട്ടന്നൂർ ഇങ്ങനെ വന്നപ്പോൾ, മട്ടന്നൂരിലൊരു പ്രമുഖനായ വ്യക്തി, അയാൾ നിങ്ങൾക്കറിയാം, ഇയാളെ 2 ഭാര്യമാരും 2 സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇയാളിങ്ങനെ വന്നു കണ്ടപ്പോൾ ഇയാൾ ചോദിച്ചു, 2 കല്യാണം കഴിച്ചാൽ നല്ല സുഖമല്ലേ, ഒന്ന് ഞാനും കഴിച്ചാലോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഇയാൾ പറഞ്ഞു, സാഹിബേ, ഞാൻ പേര് വിളിച്ചിട്ടേ, ഞാൻ ആ പേര് പറയാതിരിക്കാൻ അങ്ങനെ പറഞ്ഞത്, സാഹിബേ ചെയ്തു പോകരുത്, ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അപരാധമാണെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങക്ക് ചെയ്യാം, നമുക്ക് പറ്റൂലല്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളെ ജീവിതത്തിലുള്ള സമാധാനം പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചാൽ എന്താണ്? അപ്പോൾ ഇയാൾ പറഞ്ഞു, 2 ആൾക്ക് നമ്മൾ ഒരേ വിലയുള്ള ഒരേ കളറിലെ സാരി വാങ്ങിച്ചു കൊടുത്താലും ഉണ്ടാക്കും നമ്മൾ കൊടുത്താൽ കിട്ടിയോളം ഓളെ സാരി അല്ലേ നോക്കണേ, മറ്റുള്ള സാരിയെ നോക്കാം എന്നിട്ടോ. ഇതിനേക്കാൾ എന്തോ ഒരു പ്രത്യേകത അതിനുണ്ടെന്ന് നമുക്ക് തോന്നും, ഓക്ക് തിരിച്ചും ഇങ്ങോട്ടും തോന്നും, ഇത് എനിക്ക് കിട്ടിയതിനേക്കാളും എന്തോന്ന് ഉഷാറുള്ളത് ഓക്കാണ് കൊടുത്തത്. ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സമാധാനം പോകുന്നു. ഇവിടെയാണ് നമ്മൾ ആലോചിക്കണം. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൻ്റെ അകത്തുണ്ട്. ആയിഷ ബീവി പറയാൻ, വീട്ടിൻ്റെ അകത്ത് റസൂലുള്ളാഹി ഉണ്ട്. ആ സമയത്താണ് ഞാൻ ഉമ്മു സലമാക്ക് അത് കൊടുത്തത് റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ ബീവി പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, നിങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞു. ഉമ്മു സലമ ബീവി പറഞ്ഞു, ഞാൻ കഴിക്കൂല. ആയിഷ ബീവി പറഞ്ഞു, നിങ്ങൾ കഴിക്കണം, കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിപ്പിക്കും. അപ്പോൾ ഉമ്മു സലമ ബീവി പറഞ്ഞത്രേ, നിങ്ങൾക്ക് എന്നെ കഴിപ്പിക്കാൻ കഴിയൂല. ഉടൻ ആയിഷ ബീവി പറയാണ്, ഞാൻ ആ പായസത്തിൻ്റെ പാത്രത്തിലേക്കാണ് കൈയിട്ട് പായസം കൈ കൊണ്ട് വാരിയിട്ട് ഉമ്മു സലമ ബീവിയുടെ മുഖത്ത് ഞാൻ വാരി തേച്ചു. നിങ്ങൾ ചിന്തിക്കണേ, നിങ്ങൾ ആലോചിക്കണം, നമ്മളെ വീട്ടിലൊക്കെ 100 തലാഖ് കിടക്കും. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ സമയത്ത് ഉമ്മു സലമ ബീവി പറയാ, ഞാനും ആ പായസത്തിന്റെ പാത്രത്തിൽ കൈയിട്ട് പായസം കണ്ട് വാരി, എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് വാരി തേച്ചു. ആയിഷ ബീവി പറയാ, ഉമ്മു സലമ ബീവി എൻ്റെ മുഖത്തും വാരി തേച്ചു. ഇതിങ്ങനെ കണ്ട പുണ്യനബി കുലുങ്ങി 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 ചിരിക്കുന്നുണ്ട്. കാരണം എന്താ, അവിടെ 2 പറഞ്ഞാലും പ്രശ്നമുണ്ട്. കുലുങ്ങി കുലുങ്ങി ചിരിച്ചു പുണ്യനബി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, റസൂലുള്ളാഹി അങ്ങനെ ചിരിക്കണതാ ഞങ്ങൾ 2 ആളും കാണുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മദീന പള്ളിയുടെ മുറ്റത്തുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിളിക്കണ, അബ്ദുല്ലാ അബ്ദുല്ലാ, മകനെ വിളിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അത് കേട്ടപാട് റസൂലുള്ളാഹി പറഞ്ഞു, ഞങ്ങൾ 2 പേരോടും ഖുമാ, വേ നീറ്റുപോയിക്കോളി, ഫലാ അഹ്സബു ഇല്ലാ ഉമർ ദാഖിലാ. ഉമർ ഇപ്പൊ വാതിൽ തുറന്നും കേട്ട് വരും, ഉമറങ്ങാനും കണ്ണങ്ങൾ 2 ആളും കഥ കഴിയുമ്പോ നീച്ചു പോയിട്ട് മുഖം കഴുകിക്കളി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് പറഞ്ഞു. ഉമർ ഗൗരവക്കാരനാ. അള്ളാന്റെ ഹബീബ് എങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നത്. ചില ആൾക്കാരുണ്ട്, ഒരു വീട്ടിൻ്റെ അകത്ത് ഭയങ്കര സ്ട്രോങ്ങാ, കുട്ടികൾ പോലും ദ്വാരക്ക പഠിച്ചോനെ ഈ തന്തൊന്നുമേ മരിച്ചിട്ടിയാൽ മതിയായിരുന്നു. ചില ആൺകുട്ടികളുടെ ഭാര്യമാരുണ്ട്, പാവങ്ങൾ, വേറെ ഒരുത്തൻ്റെ മകളല്ലേ, വീട്ടിൻ്റെ അകത്തിട്ടിട്ടവരെ എന്താ പറയാ, വട്ടം കറക്കുക. എന്നിട്ടോ ചില ആളുകളൊക്കെ പറയാമല്ലോ, സാധേ എല്ലാ നാട്ടിലും പല ആൾക്കാരും ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്നുണ്ട്. എൻ്റെ പുതിയാപ്പിളിൻ്റെ ഉമ്മക്കും വാപ്പക്കും തരും തോന്നിയില്ല, വാപ്പക്ക് തോന്നിയില്ലേയും തിരക്കടില്ല, ആ തള്ളക്കൊന്ന് തോന്നി കിട്ടിയാൽ മതിയെന്നു. എന്താ കാരണം,
കല്യാണം കഴിച്ചതിൻ്റെ ദിവസം സമാധാനത്തിൽ കഴിഞ്ഞു കൂടിയിട്ടില്ല. 40 ദിവസം ഒന്ന് പുറത്ത് പോയി കിട്ടിയാൽ ആ 40 ദിവസമെങ്കിലും സ്വസ്ഥമായി ഒന്ന് ജീവിക്കാൻ കരുതിയിട്ടാണ്. വീട്ടിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്ക് ശല്യമോ ഭാരമോ ആയി മാറരുത്. കാന സഹലൻ, എൻ്റെ ഹബീബ് സിമ്പിളായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എത്രത്തോളം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ഒരു ദിവസം ഞാൻ അറയിൽ പോയി കിടന്നിരിക്കുകയാണ്. അള്ളാഹിൻ്റെ ഹബീബ് അറയിലേക്ക് വന്നിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അറയിൽ വന്ന് കടന്നു എന്നല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ പുതപ്പ് മൂടി പുതച്ച് കിടന്നിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് റൂമിലേക്ക് കയറി വരുന്നു. റസൂലുള്ള കയറി വന്നിട്ട് ചെരുപ്പ് അവിടെ അയച്ചു വെച്ചിട്ട് മെല്ലെ വിരിപ്പിൻ്റെ ഒരറ്റത്ത് വന്ന് കടന്നു. ആയിഷ ബീവി പറയാ, ഞാൻ പുതപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് റസൂലുള്ള എന്താ ചെയ്യണത്. നിങ്ങൾ ചിന്തിക്കണേ, ലോകത്ത് അള്ളാഹു മാതൃകയായി പറഞ്ഞ പെണ്ണിൽ പോലും പെണ്ണിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഇങ്ങളെയും ഭാര്യമാരിൽ ഉണ്ടാവില്ല എന്നാ പറയണത്. എല്ലാ പെണ്ണിലൊരു സ്വഭാവമുണ്ട്, അത് പെണ്ണിലുണ്ടാവുന്ന. ആയിഷ ബീവി പറയാം, ഞാനിങ്ങനെ നോക്കി പുണ്യനബി എന്താ ചെയ്യണത്. കുറച്ച് നേരം അവിടെ കടന്നു. എന്നിട്ട് ഞാൻ ഉറങ്ങിയണോന്ന് ഇങ്ങനെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് മെല്ലെ എഴുന്നേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ ഹബീബ് ചെരിപ്പിട്ടു. എന്നിട്ട് ഞാൻ അറിയാതെ ഡോറുമെല്ല തുറക്കുന്നുണ്ട്. ആയിഷ ബീവി പറയാ, റസൂലുള്ള കരുതിയത് ഞാൻ ഉറങ്ങി എന്നാണ്. എന്നാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനിതൊക്കെ മെല്ലെ അങ്ങനെ നോക്കിക്കാണുന്നുണ്ട്. പുണ്യനബി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നടന്നു. ആയിഷ ബീവി പറയാം, ഞാൻ വിചാരിച്ചത് റസൂലുള്ള എൻ്റെ രാത്രിയിൽ എനിക്കനുവദിച്ച ദിവസം മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് പോയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പെണ്ണിൻ്റെ സംശയേ. ആയിഷ ബീവി പറയാം, ഞാനും നീറ്റു. എന്നിട്ട് എൻ്റെ കറുത്ത പുറപ്പെടുപ്പിട്ട് മൂടി. കറുത്ത പുറപ്പത്തിന് ആളെ തീരാതിരിക്കാൻ ഞാനും ഇറങ്ങി പുറത്തേക്ക്. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ റസൂൽ അങ്ങനെ പോവാണ്. ഇരുട്ടത്തു കൂടെ പോവുകയാണ്. ഞാൻ പിന്നാലെ പോയി നോക്കുമ്പോൾ റസൂലുള്ള ജന്നത്തുൽ ബഖീൽ മദീനയിലെ ഖബർസ്ഥാനിൽ ചെന്നിങ്ങനെ പൊട്ടി കരഞ്ഞു ദ്വാരക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, അല്ലാഹുവിൻ്റെ ഹബീബ് അവിടെ നിൽക്കുന്നുണ്ട് ജന്നത്തുൽ ബഖീൽ. ഞാൻ അതിൻ്റെ പരിസരത്ത് കാണാതെ ഞാനും ഇങ്ങനെ നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ദുആ അവസാനിപ്പിച്ച് അല്ലാഹുവിൻ്റെ ഹബീബ് തിരിച്ചു നടക്കാൻ തുടങ്ങി. ആയിഷ ബീവി പറയാം, റസൂലുള്ള തിരിച്ചു നടക്കുന്നുണ്ട് കണ്ടപ്പോൾ ഞാൻ മുന്നിൽ നടന്നു. റസൂലുള്ള നടത്തം സ്പീഡാക്കി. അപ്പം ഞാൻ ഉളരി, ഞാൻ സ്പീഡിൽ ഓടി. വീട്ടിലേക്ക് കയറി വേഗം കാതിൽ തുറന്ന് അറക്കകത്ത് കയറി ഞാൻ കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് വന്നു. റസൂലുള്ളയും വീട്ടിൻ്റെ അകത്തേക്ക് കയറി. ആയിഷ ബീവി പറയാം, ഞാൻ പുതപ്പൊക്കെ മൂടിയിട്ട് പുതച്ചു കടന്നു. റസൂലുള്ള എൻ്റെ അടുത്ത് വന്ന് കിടന്നു. അപ്പം ഞാനിങ്ങനെ ഓടിയെന്താവും, കിതക്കും, ദീർഘശ്വാസം ഇങ്ങനെ വിടാൻ തുടങ്ങി. അപ്പം ചോദിച്ചു, എന്താണ് ആയിഷ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നുമില്ല നബിയേ. എന്താണ് ആയിഷ? റസൂലുള്ളാഹിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇരുട്ടത്തുകൂടെ ഒരാൾ ഓടണത് റസൂലുള്ള കണ്ടിട്ടുണ്ട്. അത് ആയിഷ ബീവിയാണെന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് ആയിഷ? ഒന്നുമില്ല നബിയേ. ആയിഷ, അള്ളാഹിൻ്റെ ഹബീബ് ആയിഷ ബീവി കയ്യിൻ്റെ വിരലുകൊണ്ട് അങ്ങനെ കുത്തിയിട്ട് എന്നോട് പറഞ്ഞു, ജാ അക്ക് ഷൈത്താനുക്കി, ഷൈത്താൻ കയറിയല്ലേ ആയിഷ എന്നെന്നോട് പുണ്യനബി ചോദിച്ചു. ഷൈത്താനുക്കി, നിന്റെ ഷൈത്താൻ നിന്റെ അടുത്ത് വന്നല്ലേ ആയിഷ എന്ന് റസൂലുള്ള എന്നോട് ചോദിച്ചു. വിരലുകൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എന്തോ ഒരു ജീവിതമായിരുന്നു ആയിഷ ബീവിയുടെ. 18ാമത്തെ വയസ്സിലാണ് പുണ്യനബി ലോകത്തോട് ഇവിടെ പറയുന്നത്. വഫാത്തിന്റെ രോഗം വന്നു. അവശനായി ക്ഷീണിതനായി എങ്ങും പോകാൻ കഴിയാതെയായി. എല്ലാ ഭാര്യമാരെയും വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ ആയിഷയുടെ വീട്ടിൽ രോഗിയായി കിടന്നോട്ടെയോ എന്ന്. 18 വയസ്സാണെന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ എല്ലാ ഭാര്യമാരും സമ്മതം കൊടുത്തല്ലോ. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് താമസം മാറ്റിയത് വഫാത്തിന്റെ അവസാന സമയമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ദുആയിലേക്ക് കടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റബീഉൽ അവ്വൽ 12-നാണ് തിങ്കളാഴ്ച രാവിലെ സുബഹിയുടെ സമയത്ത് ജമാഅത്ത് നടക്കുകയാണ് മദീന പള്ളിയിൽ. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഇമാമത്ത് നിൽക്കുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ആയിഷ, ആ വാതിലിന്റെ മുമ്പിലുള്ള കർട്ടൻ ഒന്ന് നീക്കൂ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആ കർട്ടൻ നീക്കി കൊടുത്തു. അല്ലാഹുവിൻ്റെ ഹബീബ് മദീന പള്ളിയിലെ നിസ്കാരം ഇങ്ങനെ നോക്കി കാണുകയാണ്.
നിസ്കാരം കഴിഞ്ഞ പാടെ പഴയ പോലെ കറക്റ്റ് ഞാൻ നീക്കിയിട്ടോ. അങ്ങനെ അതാ അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിനകത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. സൂര്യോദയം സംഭവിക്കുകയാണ്. സൂര്യോദയം കഴിഞ്ഞു, അല്പസമയം കഴിഞ്ഞു, ദുഹായുടെ സമയമായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങൾ ഭാര്യമാരെയെല്ലാം വീട്ടിലേക്ക് വിളിച്ചു, ഞങ്ങൾക്ക് വേണ്ട ഉപദേശമെല്ലാം നൽകി, ഞങ്ങളോടെല്ലാം എല്ലാ ഭാര്യമാരോടും അവരുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പായുടെ രോഗവിവരം അറിയാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, പെട്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, മരണത്തിന്റെ ആമുഖങ്ങളാണെന്ന് മനസ്സിലായപ്പോ, മരണത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വരെയാണ്. വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തിരിക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസ്സെടുത്ത് തന്റെ മടിയിലേക്ക് വെക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എത്ര തന്റെ ഇടമുള്ള പെണ്ണാണ്. ആയിഷ ബീവി മടിയിലേക്ക് തലയെടുത്ത് വെക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശിരസ് തന്നെ മടിയിലാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ആഗ്രഹം റസൂലുള്ളാഹിക്ക് പൂർത്തീകരിച്ചു കൊടുക്കണേ എന്ന രീതിയിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, വഫാത്തങ്ങ് ആസന്നമായപ്പോൾ വേദന സഹിക്കാനും കഴിയാതെ വന്ന പുണ്യനബി തൊട്ടടുത്തുള്ള വെള്ളപാത്രത്തിൽ കൈ നനച്ചിട്ട് മുഖം ഇങ്ങനെ തടവുകയാണ്. പറയുന്നുമുണ്ട്, ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ ആയിഷ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ കണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും കരയുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ ഹബീബി വേദനയുടെ വെപ്രാളത്തിലാണ്. പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതാണ് ആയിഷ ബീവിക്ക് തോന്നിയത്. ചോദിച്ചു, യാ റസൂലല്ലാഹ്, എഴുന്നേൽക്കണോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ അസ്വസ്ഥത കാരണം അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൈകൊണ്ട് താങ്ങിക്കൊടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ തന്റെ നെഞ്ചോട് ചാരിയിരുത്തുകയാണ്. ആയിഷ ബീവി തന്നെ പറയുകയാ, വറസുഹു ബൈന സ്വദരി വനഹരി, റസൂലുള്ളാഹിന്റെ ശിരസ്സുള്ളത് എന്റെ നെഞ്ചിന്റെയും ഖണ്ഡത്തിന്റെയും ഇടക്കാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മുഖത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്കല്ലേ. പല പെണ്ണുങ്ങൾ എന്ന് പറയലെന്താ, അയാൾക്ക് ഇനി ഒന്നിനും കഴിയൂല, ആശുപത്രിയിൽ കൊണ്ടുപോയാൽ, പിന്നെ ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാലും ചെയ്യണ്ടെന്ന് പറയണേ. എനിക്കതൊന്നും കണ്ടെക്കാൻ കഴിയൂലേ, എനിക്കതൊന്നും സഹിക്കാൻ കഴിയൂലേ. പെങ്ങളെ, ഏറ്റവും നല്ല പെണ്ണാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ട്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സുഖത്തിലും ദുഃഖത്തിലും വഫാത്തിലും ഒപ്പം നിന്ന പെണ്ണ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ മുഖത്തേക്കും ചുണ്ടിലേക്കും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വല്ലതും പറയുന്നുണ്ടോ, ആവശ്യപ്പെടുന്നുണ്ടോ, അത് നിറവേറ്റി കൊടുക്കാൻ. അപ്പോഴാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് റൂമിനകത്തേക്ക് കയറി വന്നതിന്റെ സഹോദരനായ അബ്ദുറഹ്മാന്റെ കയ്യിലേക്ക് നോക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാന്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ സഹോദരനായ അബ്ദുറഹ്മാന്റെ കയ്യിലുള്ളത് മിസ്വാക്കാണ്, അറാക്കാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് മനസ്സിലായി റസൂലുള്ളാഹിക്ക് മിസ്വാക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എന്ന്. അല്ലാഹുവിന്റെ ഹബീബിനെ സംസാരിക്കാൻ കഴിയുന്നില്ല. അവശനാ ഞാൻ
ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് മിസ്വാക്ക് ചെയ്യണോ എന്ന്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് തല കൊണ്ടങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞത്രേ, അതെ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആ സമയത്ത് എൻ്റെ സഹോദരനായ അബ്ദുറഹ്മാനെ ഞാൻ അടുത്തേക്ക് വിളിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് അറാഖ് വാങ്ങി ഞാൻ എൻ്റെ പല്ല് കൊണ്ട് അതിനെ ചവച്ചു പദപ്പെടുത്തി. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബിന് ഞാൻ മിസ്വാക്ക് ചെയ്തു കൊടുത്തു വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എത്ര അഭിമാനത്തോടെയാ പറയുന്നത് ലോകത്തോട്. എൻ്റെ ഹബീബ് വഫാത്തായത് ബൈന സ്വദനി വനഹരി, എൻ്റെ ഖണ്ഡത്തിൻ്റെയും നെഞ്ചിൻ്റെയും ഇടക്ക് വെച്ചാണ്. മാത്രമല്ല അവസാനമായി എൻ്റെ ഹബീബിൻ്റെ ശരീരത്തോട് ചേർന്നത്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ശരീരത്തോട് ചേർന്നത് എൻ്റെ ഉമിനീരാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിൻ്റെ ഹബീബിനെ പൊന്നുപോലെ നോക്കി യാത്രയാക്കിയ പെണ്ണാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി പറയാണ്, ഞാനേറെ വിഷമിച്ചു പോയൊരു ദിവസമുണ്ട്. എന്നാണത്? ഒരിക്കൽ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ആ ചരിത്ര സംഭവം ഞാൻ പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ആയിഷ, എൻ്റെ ഖദീജയോട് കിടപിടിക്കാൻ അങ്ങക്കാർക്കും കഴിയില്ല ആയിഷ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നബിയേ, ആ കിളവിയായ പെണ്ണിനെ, ആ പെണ്ണിനേണോ അങ്ങ് ഇപ്പോഴും ഓർത്ത് കഴിയുന്നത് യാ റസൂലല്ലാഹ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു, ആയിഷ, എൻ്റെ ഖദീജയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ വേദനിപ്പിക്കരുത് ആയിഷ എന്ന് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ ഏറെ വേദനിച്ചു പോയ ദിവസമാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം പിന്നെ ഇൽമു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ ജീവിതം നയിച്ചത്. ഒട്ടേറെ സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ. അതേപോലെ അവശരായ ആളുകളെ, യതീമുകളെയൊക്കെ വളർത്തിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ തൻ്റെ ജീവിതം നയിച്ചത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. വഫാത്തും അനുബന്ധ കാര്യങ്ങളൊക്കെ പറയാൻ സമയം, ആയിഷ ബീവിയുടെ വഫാത്ത് അവസാന നിമിഷങ്ങൾ ഒക്കെ പറയേണ്ടത്, പക്ഷേ സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് ഒരു ചെറിയ ദുആയോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്.